കോണിക്കൽ 3 പ്രധാനപ്പെട്ട പ്രൊജക്ഷൻസ് ആണുള്ളത്. സർവേ ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നത് പോളികോണിക് പ്രൊജക്ഷനാണ്. കോണിക്കലിനകത്ത് വരുന്ന പോളികോണിക് എന്ന് പറയുന്ന പ്രൊജക്ഷനാണ് സർവേ ഓഫ് ഇന്ത്യ മാപ്സിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. പോളികോണിക് പ്രൊജക്ഷൻ അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഫേസിലെ ചോദ്യം. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അയോൾ എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. നമ്മളിന്ന് അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫേസ് 2-ൽ വരാൻ സാധ്യതയുള്ള ജോഗ്രഫി ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ കഴിഞ്ഞ പ്രിലിംസിൽ, അതായത് ഫേസ് 1-ൽ നടന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, നമ്മളൊരു NCERT സീരീസ്, ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു NCERT സീരീസ് ബേസ് ചെയ്തുകൊണ്ട് ഒരു 2.5 മണിക്കൂർ നീളമുള്ളൊരു വലിയ ക്ലാസ് ഓൾറെഡി നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മതി. ഒരു 4 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ജോഗ്രഫി മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. സോ നിങ്ങൾ അത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ജോഗ്രഫി ഞാൻ ഈ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം അവിടെ നിങ്ങൾക്ക് ഒരു 50 ചോദ്യങ്ങൾ കിട്ടും. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കിട്ടും. ഇവിടെ നമ്മൾ എക്കണോമിക് ജോഗ്രഫിയാണ് നോക്കുന്നത്. കഴിഞ്ഞ ഫേസ് 1 എക്സാമിലും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യം എക്കണോമിക് ജോഗ്രഫിയിൽ നിന്നായിരുന്നു. ഓക്കെ, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ കൂടുതലും പ്രധാനമായും എർത്ത് റിലേറ്റഡ്, അതായത് നമ്മുടെ ശിലകൾ, റോക്സ്, അതുപോലെ തന്നെ എർത്ത് ക്വേക്ക്, നമ്മുടെ ജപ്പാനിലെ നോട്ട പെനിൻസുലയിൽ നടന്ന എർത്ത് ക്വേക്കിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. സോ എർത്ത് ക്വേക്ക് റിലേറ്റഡ്, അതേപോലെ തന്നെ എർത്തിൻ്റെ ഒരു സ്ട്രക്ചർ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ, അതുപോലെ റോക്സ് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ, അത്രയാണ് നമ്മളിവിടെ നോക്കുന്നത്. കേരള ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യം കേരളത്തിലെ ഒരു ജലപഥ പാതയെ പറ്റിയായിരുന്നു, കൊല്ലം കോട്ടപ്പുറം അല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് കേരളത്തിലെ നാഷണൽ ഹൈവേസ് കൂടെ നമ്മൾ പെട്ടെന്ന് നോക്കിപ്പോകും. കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേസ്, ഇന്ത്യയിലല്ല കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേസ് കൂടെ നമ്മൾ നോക്കിപ്പോകും. ഇത്രയുമാണ് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന. എല്ലാം നല്ല ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അപ്പം കഴിഞ്ഞ ഫേസിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്നൊരു ചോദ്യം ഇതായിരുന്നു, ജിയോ തെർമൽ ഫീൽഡ് അല്ലാത്തത് ഏത് ഇന്ത്യയിലെ എന്നൊരു ചോദ്യമായിരുന്നു. ഇവിടെ ജിയോ തെർമൽ ഫീൽഡ് നോട്ടാണ് ചോദിച്ചത് അല്ലേ, ജിയോ തെർമൽ ഫീൽഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ തത്താപാനി, അതേപോലെ തന്നെ പുഗാവാലി, ഇത് രണ്ടും ജിയോ തെർമൽ ഫീൽഡ്സ് ആണ്. അപ്പോൾ അല്ലാത്തത് ശരിക്കും 2ഉം 4ഉമാണ്. നറോറയും ഈ സിംഗ്രൗളിയുമാണ്. പക്ഷെ അത് രണ്ടും ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. PSCയുടെ ഫൈനൽ കീയിൽ ആൻസർ ചെയ്ത് വരും. പ്രൊഫഷണലി നിങ്ങൾ നോക്കണ്ട, ഫൈനൽ കീയിൽ ആൻസർ എങ്ങനെ വരും എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം എനിവേ. സോ ഇതേ റിലേറ്റ് ചെയ്ത് നമുക്കൊരു ചോദ്യം നമുക്കിവിടെ നോക്കാം. അതിൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, എനർജി സോഴ്സസ്. ഓക്കെ, അവിടെ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. എനർജി സോഴ്സസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എനർജി സോഴ്സസ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺവെൻഷണൽ എനർജി സോഴ്സ്? കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലാത്തത് ഏത്? +2 ബുക്കിനകത്താണ്, NCERTയുടെ +2 ബുക്കിലാണ് എനർജി സോഴ്സസിനെ പറ്റി പഠിക്കാനുള്ളത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയിലെ എല്ലാ എനർജി സോഴ്സസും പഠിപ്പിക്കുന്നുണ്ട്, പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ആ എനർജി സോഴ്സസ് എല്ലാം എവിടെയൊക്കെയാണ് ഈ ചോദ്യം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനർജി സോഴ്സസ് നമ്മൾ പെട്ടെന്ന് നോക്കി പോവാണ്. ഇവിടെ ഏതാണ് കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലാത്തത് ഏതാണ്? കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, സോളാർ ലൈറ്റ്. ഇതൊരു ഡിഗ്രി പ്രിലിംസിന് വന്ന ചോദ്യമാണ്. കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലാത്തത് ഇവിടെ ഈ ഓപ്ഷനകത്ത് ഏതാണ്? സോളാർ ലൈറ്റ് ആണ് അല്ലേ, സൗരോർജ്ജമാണ്, അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ ആണ് ഇവിടെ കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലാത്തത്. എന്നാൽ ഈ കൺവെൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചു പോകുന്ന എനർജി സോഴ്സുകളെയാണ് കൺവെൻഷണൽ എന്ന് വിളിക്കുന്നത്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു പോകുന്ന എനർജി സോഴ്സസ് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നമ്മൾ പറയുവാണേ, ടെക്സ്റ്റ് ബുക്കിൻ്റെ കൃത്യം ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നോക്കി. ഇന്ത്യയിലെ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ പറ്റി പറയുവാണ്. മിനറൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ ഒരു കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു, +2 ബുക്കിനകത്ത്. പിന്നെ പെട്രോളിയം, പിന്നെ ഏതാണ്? നാച്ചുറൽ ഗ്യാസ് അല്ലേ, നോൺ ആസ് ഫോസിൽ ഫ്യൂൽ. ഇപ്പോൾ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി മിനറൽസ്. ഇത് കൺവെൻഷണൽ സോഴ്സിനകത്താണ് നമ്മുടെ NCERT +2 ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, ന്യൂക്ലിയർ എനർജി മിനറൽസ് കേട്ടോ. SCERTക്കകത്ത് ന്യൂക്ലിയർ എനർജി മിനറൽസിനെ കൺവെൻഷണലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് പ്രതിപാദിക്കുന്നില്ല. ഉൾപ്പെടുത്തിയിട്ടില്ലെന്നല്ല, അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നില്ലെങ്കിലും +2 ബുക്കിനകത്ത് ന്യൂക്ലിയർ എനർജി മിനറൽസിനെ ഏത് സോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ദീസ് കൺവെൻഷണൽ സോഴ്സസ് ആർ എക്സോസ്റ്റിബിൾ റിസോഴ്സസ്, നമുക്ക് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന റിസോഴ്സസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ കൺവെൻഷണൽ, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തീരാത്തവ ഏതൊക്കെയാണ്? സോളാർ, വിൻഡ് അല്ലേ, ടൈഡ്സ്, ഇതെല്ലാമാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഇവ ഗ്രീൻ എനർജിയാണ്, ഭൂരിഭാഗവും ഇവരത്താണ് ഗ്രീൻ എനർജിയാണ്. അതായത് ഈ കാർബൺ എമിഷൻ ഒക്കെ വളരെ കുറവാണ് ഈ ഒരു നോൺ കൺവെൻഷണൽ സോഴ്സിനകത്ത് കേട്ടോ.
In India, coal is the most abundantly available fossil fuel. ഇന്ത്യയിലെ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി സോഴ്സുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഉണ്ടല്ലോ, എനർജി സോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂൽ, അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോളാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽ ഇന്ത്യയിൽ ഏതാണ്? കോളാണ്. ഇന്ത്യ ഈസ് ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ കോൾ ഫോർ മീറ്റിംഗ് ഇറ്റ്സ് കൊമേഴ്സ്യൽ എനർജി റിക്വയർമെൻറ്റ്സ്. നമ്മുടെ കൊമേഴ്സ്യൽ എനർജി റിക്വയർമെൻറ്റ്സിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോളിനെയാണ്. ദ പ്രിൻസിപ്പൽ കോൾ ലിഗ്നൈറ്റ് റിസർവ്സ് ഇൻ ഇന്ത്യ ആർ ഫൗണ്ട് ഇൻ നെയ്വേലി. അപ്പം നമുക്ക് കോൾ നമുക്ക് 3 ഫോമിൽ അവൈലബിൾ ആണ്: ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്, അല്ലേ? അപ്പം ലിഗ്നൈറ്റ് റിസർവ്സ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി. ആൻഡ് ആർ യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി ഇൻ ഇന്ത്യ, അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ ഏത് കോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ബിറ്റുമിനസ് കോൾ ഈസ് യൂസ്ഡ് ഇൻ അയൺ ഇൻഡസ്ട്രീസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അയൺ ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ബിറ്റുമിനസ് കോളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കോൾ എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള കോൾ എന്ന് ചോദിച്ചാൽ, ലിഗ്നൈറ്റും ബിറ്റുമിനസും ആന്ത്രസൈറ്റും ഉണ്ടല്ലോ, അതിനകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ബിറ്റുമിനസ് ആണ്. ഇടത്തരം ക്വാളിറ്റിയാണ്, ഇതിനൊരു മീഡിയം ക്വാളിറ്റി ഉള്ള കോളാണ്. ഹൈ ക്വാളിറ്റി ആന്ത്രസൈറ്റ് ആണ്. നമുക്കൊരു മീഡിയം ക്വാളിറ്റി ഉള്ള ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആന്ത്രസൈറ്റ് ഈസ് ദ ഹൈ ക്വാളിറ്റി ഹാർഡ് കോൾ. ഏറ്റവും ഹൈ ക്വാളിറ്റി ഹാർഡ് കോൾ ഏതാണ്? ആന്ത്രസൈറ്റ്. ബിറ്റുമിനസ് ഒരു മീഡിയം ക്വാളിറ്റി കോളാണ്, നമ്മളതാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിലും ക്വാളിറ്റി കുറഞ്ഞാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് നമുക്ക് തമിഴ്നാട്ടിൽ അവൈലബിൾ ആണ്. ലിഗ്നൈറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോൾ ഒക്കേഴ്സ് ഇൻ റോക്ക് സീക്വൻസസ് മെയിൻലി ഓഫ് 2 ജിയോളജിക്കൽ. ഇതൊരു ഫോസിൽ ഫ്യൂൽ ആയതുകൊണ്ട് 2 ജിയോളജിക്കൽ ഏജസിലുള്ള കോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒന്ന്, ഏറ്റവും പഴയ കോള് എന്നറിയപ്പെടുന്നത് ഗോണ്ട്വാന കോള്. ഗോണ്ട്വാന കാലഘട്ടം, ഭൂമിയിലെ ഗോണ്ട്വാന കാലഘട്ടം, ഒരു ഗോണ്ട്വാന ലാൻഡിന്റെ സ്പ്ലിറ്റിങ്ങിന്റെ ഒക്കെ ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ രൂപപ്പെട്ട കോളാണ് ഇത് ഗോണ്ട്വാന കോള്. പിന്നെ ഹിമാലയത്തിന്റെ ഒക്കെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കോള് ആ ഒരു കാലഘട്ടം, അതായത് കുറച്ചും കൂടെ മുമ്പോട്ടാണ്. ഗോണ്ട്വാനയാണ് പഴയത്, കുറച്ചുകൂടെ പുതിയത് ടെർഷറിയാണ്. ടെർഷറി ഡിപ്പോസിറ്റ്സ് ആയിട്ട് കാണപ്പെടുന്ന കോൾസ് ഉണ്ട്. 2 തരത്തിലുള്ള കോൾസ് ഉണ്ട്. ഒന്ന് ഗോണ്ട്വാന, അതുപോലെ ടെർഷറി ഡിപ്പോസിറ്റ്സ്, 2 ഡെപ്പോസിറ്റ്സ്. ഇതിൽ നമുക്ക് ഗോണ്ട്വാനയും ടെർഷറിയും ഒക്കെ എവിടെയൊക്കെ കാണപ്പെടുന്നത് പെട്ടെന്ന് നോക്കി പോകാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോണ്ട്വാന കോൾ ഫീൽഡ്സ് ഓഫ് ഇന്ത്യ ആർ ലൊക്കേറ്റഡ് ഇൻ ദാമോദർ വാലി. ഒഡീഷ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോണ്ട്വാന കോൾ ഫീൽഡ്സ് എല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ദാമോദർ വാലിയിലാണ്. ലൈസ് ഇൻ ദ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ കോൾ ബെൽറ്റ്. ഇത് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ കോൾ ബെൽറ്റിലായിട്ട് കാണപ്പെടുന്നു. പ്രധാനപ്പെട്ട കോൾ ഫീൽഡ്സ് ഏതൊക്കെയാണ്? റാണിഗഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് കോൾ ഫീൽഡാണ് റാണിഗഞ്ച്. ജാരിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡാണ്, ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് ജാരിയ. പിന്നെ ബൊക്കാറോ. ഇതാണ് പ്രധാനപ്പെട്ട കോൾ ഫീൽഡുകൾ. ബൊക്കാറോ എന്ന പേരിൽ നമുക്കൊരു സ്റ്റീൽ ഇൻഡസ്ട്രി കൂടി പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് ജാർഖണ്ഡിലുള്ള ബൊക്കാറോ എന്നറിയപ്പെടുന്ന സ്റ്റീൽ ഇൻഡസ്ട്രി. ഓക്കെ, മറ്റേ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് ബൊക്കാറോ. ഇനി അടുത്ത ജാരിയ ഇസ് ദ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ ഫോളോഡ് ബൈ റാണിഗഞ്ച്. അപ്പോൾ ജാരിയാണ് ഏറ്റവും ലാർജസ്റ്റ് കോൾ ഫീൽഡ്, രണ്ടാമത്തതാണ് റാണിഗഞ്ച്. ഏറ്റവും ഓൾഡസ്റ്റ് ചോദിച്ചാലും ഏതാണ്? റാണിഗഞ്ചാണ്. ഓക്കെ, ദ അതർ റിവർ വാലീസ് അസോസിയേറ്റഡ് വിത്ത് കോൾ ആർ, അതായത് ഈ ഗോണ്ട്വാന കോൾസ് കാണപ്പെടുന്ന മറ്റ് മേഖലകളാണ് ഗോദാവരി, മഹാനദി, സോൺ. ഈ നദികളുടെയൊക്കെ വാലീസിൽ നമുക്ക് ഈ ഗോണ്ട്വാന പീരീഡിലുള്ള കോള് കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇനി ഈ പ്രധാനപ്പെട്ട കോൾ ഫീൽഡ്സ് ഇന്ത്യയിലൊക്കെ എവിടെയൊക്കെ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മാപ്പിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കോൾ ഫീൽഡ്സ് ഒക്കെ ഉള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. നമ്മുടെ ഓപ്ഷനകത്ത് ഈ സിംഗറൗളി ഉണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ ചോദ്യം ഫേസ് 1 വന്നൊരു ചോദ്യത്തിനകത്ത് സിംഗറൗളി, ഇതൊരു കോൾ ഫീൽഡാണ് അല്ലെ? മധ്യപ്രദേശിലുള്ള കോൾ ഫീൽഡാണ് സിംഗറൗളി. പിന്നെ ഛത്തീസ്ഗഡിൽ വരുന്ന കോർബ, പിന്നെ സിംഗറേനി എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്. സിംഗറേനി കേട്ടോ, സിംഗറേനി എന്ന് പറഞ്ഞൊരു കോൾ ഫീൽഡ് ഉണ്ട്. ആന്ധ്രാപ്രദേശ് ആ ഒരു തെലങ്കാന ബോർഡറിലായിട്ട് വരുന്ന സിംഗറേനി. പിന്നെ താൽച്ചർ, ഒഡീഷയിലെ താൽച്ചർ, പിന്നെ ജാരിയ, റാണിഗഞ്ച്, ബൊക്കാറോ. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ ഫീൽഡുകൾ. ആ ദാമോദർ വാലി ബേസിൻ ബേസ് ചെയ്ത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ കോൾ ഫീൽഡൊക്കെ ഉള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടെർഷറി കോൾ കാണപ്പെടുന്ന ഡെപ്പോസിറ്റ്സ് കാണപ്പെടുന്ന മേഖലകൾ, അത് കൂടുതലായിട്ട് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സുകളാണ്. മക്കും, അതുപോലെ തന്നെ നജീറ തുടങ്ങിയ മേഖലകൾ, ദിഗ്ബോയ്, ഇതൊക്കെയാണ് ടെർഷറി കോൾ ഫീൽഡ്സ് കാണപ്പെടുന്ന മേഖലകൾ. ഓക്കെ, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൾ മൈനിങ് സെൻറ്റേഴ്സ്. അതിന് മുമ്പ് ടെർഷറിക്ക് മുമ്പായിട്ട്, ടെർഷറി വരുന്നേ ഉള്ളൂ, അതിന് മുമ്പ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൾ മൈനിങ് സെൻറ്റേഴ്സ് ആർ സിംഗറൗളി. നമ്മൾ പറഞ്ഞ കാര്യം മാപ്പിനകത്ത് കണ്ട സ്ഥലങ്ങളാണ്. സിംഗറൗളി മധ്യപ്രദേശിലാണ്. പിന്നെ കോർബ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. താൽച്ചർ ആൻഡ് റാംപൂർ എവിടെയാണ്? ഒഡീഷയിലാണ്. പിന്നെ ചന്ദ, വർദ്ധ, ഈ സ്ഥലങ്ങളൊക്കെ ഓർത്തോണം. അല്ലെ, പുക, നെയ്വേലി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷനിൽ ഫേസ് 1 ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തോണം. ചന്ദ, വർദ്ധ, കംതി, ബാന്ദർ, ഇതൊക്കെ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. സിംഗറേണി എവിടെയാണ്? തെലങ്കാനയാണ് കേട്ടോ. സിംഗറേണി തെലങ്കാനയാണ്. പാണ്ടൂർ എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ മൈനിങ് സെന്റേഴ്സ്. എന്ത് കോളാണ്? ഗോണ്ട്വാന കാലഘട്ടത്തിലുള്ള കോൾ.
ഗോണ്ട്വാന കോൾഫീൽഡ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇനി ടേർഷറി കോൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ പറയുവാണ്. ആസാം, അതുപോലെ അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് ടേർഷറി കോൾസ് കാണപ്പെടുന്നത്. ഹിമാലയത്തിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട സമയമാണ് ടേർഷറി പീരീഡ്. അപ്പോൾ ആ ഹിമാലയത്തിൻ്റെയൊക്കെ ഫോർമേഷന്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട കോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അത് പ്രധാനപ്പെട്ട കോൾ ഫീൽഡ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിക്കേ. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദാരാംഗിരി, ചിറാപുഞ്ചി. ഇതിന് പ്രത്യേകിച്ച് ഇതൊക്കെ നോട്ട് ചെയ്തോണം. മൗളിംഗ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കളറിൽ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ മാർക്ക് ചെയ്തോണം. മൗളിംഗ്, ലാംഗ്രിൻ ഇതെല്ലാം എവിടെയാണ്? മേഘാലയാണ്. പിന്നെ മക്കും, അതുപോലെ നസീറ ഇതെല്ലാം എവിടെയാണ്? ആസാമിലാണ്. നംചിക് നംബുക്ക് അതെവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ആ പേരിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാവും. പിന്നെ കലാക്കോട്ട് എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. ഇതൊക്കെയാണ് ടേർഷറി കോൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ. ഇതിനകത്ത് ഈ സിംഗറൗലി അല്ലേ, സിംഗറൗലി എന്ന് പറയുന്ന സ്ഥലം, സിംഗറൗലി ഇത് നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു നേരത്തെ. ഫസ്റ്റ് ബേസിൽ വന്ന ചോദ്യമില്ലേ, ജിയോ തെർമൽ ഫീൽഡ് അല്ലാത്തത് ഏതെന്ന ചോദ്യത്തിനകത്ത് സിംഗറൗലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കോൾ ഫീൽഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തോണം. രണ്ട് തരം കോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഗോണ്ട്വാന കോൾ ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിലുണ്ട്, ടേർഷറി കോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഗോണ്ട്വാന കോൾ ഡെപ്പോസിറ്റ്സ് കാണപ്പെടുന്നത് പ്രധാനമായിട്ട് ആ ഒരു ഒഡീഷ, അതുപോലെ ദാമോദർ വാലി ആ ഒരു മേഖലയിലാണ്. കോർബയും അതുപോലെ തന്നെ ബൊക്കാറോയും റാണിഗഞ്ചും ഝാരിയും ഇതെല്ലാം ഗോണ്ട്വാന കോൾഫീൽഡ്സ് ആണ്. ടേർഷറി കോൾഫീൽഡ് കാണപ്പെടുന്ന മേഘാലയാണ്. ഇത് ഈ നംചിക് നംബുക്ക്, അതുപോലെ തന്നെ ചിറാപുഞ്ചി, മൗളിംഗ് ഇതെല്ലാം, മക്കും ഇതെല്ലാം എവിടെയാണ്? ഇതെല്ലാം ടേർഷറി കോൾഫീൽഡ്സ് കാണപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. ഇന്ത്യയിൽ തെർമൽ പവർ സ്റ്റേഷൻസ് നോക്കി പോവുക. തെർമൽ ന്യൂക്ലിയർ നോക്കി പോക്കണം. പ്രധാനപ്പെട്ട തെർമൽ പവർ സ്റ്റേഷൻ ചിലപ്പോൾ ഒരു ഓപ്ഷനിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് കൊടുക്കാം. നമ്മുടെ ഫേസ് 1 വന്നതുപോലെ വിന്ധ്യാചൽ കോൾ അല്ലെ, എവിടെയാണ്? ഇതൊരു കോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തെർമൽ പവർ സ്റ്റേഷനാണ്. മധ്യപ്രദേശാണ് വിന്ധ്യാചല്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇത് 4720 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു കോൾ ഫീൽഡ്, ഒരു തെർമൽ പവർ സ്റ്റേഷനാണ് മുന്ദ്ര അദാനി പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. അതും കോൾ ഉപയോഗിച്ച് തന്നെയാണ്, ഗുജറാത്തിലാണ്. രണ്ടാമത് 4620 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ താൽച്ചർ, പ്രധാനപ്പെട്ട ഒരെണ്ണം താൽച്ചർ, കോൾ ബേസ്ഡ് ആണ് താൽച്ചറും കേട്ടോ. താൽച്ചർ കോൾ ബേസ്ഡ് ആണ്. എവിടെയാണ്? ഒഡീഷയിലാണ് താൽച്ചർ. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള തെർമൽ പവർ സ്റ്റേഷനാണ്. SCRT-ക്കകത്ത് ഏറ്റവും ഓൾഡസ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്ന് പഠിച്ചാൽ മതി. ഹുസൈൻ സാഗറൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഈ താൽച്ചറിനൊക്കെ മുമ്പ് ഹുസൈൻ സാഗർ തെർമൽ പവർ സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ SCRT-ക്കകത്ത് എന്തോ ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് എന്ന് കൊടുത്തേക്കുന്നു. പിന്നെ ദാദ്രി തെർമൽ പവർ സ്റ്റേഷൻ, അത് കോൾ ബേസ്ഡ് ആണ്. ദാദ്രിയും എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഓർത്തോണം. രാമഗുണ്ടം ഒരു പ്രധാനപ്പെട്ട കോൾ സ്റ്റേഷൻ, ഇവിടെ തെലങ്കാനയിൽ വരുന്ന ഒരു കോൾ സ്റ്റേഷനാണ് രാമഗുണ്ടം കേട്ടോ. രാമഗുണ്ടം. പിന്നെ ഈ കോർബ, അതുപോലെ സിപ്പാറ്റ് തുടങ്ങിയവ കോൾ ബേസ്ഡ് തന്നെ ഇവിടെ ഛത്തീസ്ഗഡിൽ വരുന്നു. റിഹാന്ത് മറ്റൊരു കോൾ ബേസ്ഡ് തെർമൽ പവർ സ്റ്റേഷൻ എവിടെ വരുന്നതാണ്? ഉത്തർപ്രദേശിൽ വരുന്നതാണ് റിഹാന്ത്. മറക്കരുത്, റിഹാന്ത് ഒരു റിവറാണ്, ഓർമ്മയുണ്ടല്ലോ. സോൺ റിവറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് നമ്മൾ പറയാറുണ്ട് റിഹാന്ത്. പിന്നെ നെയ്വേലി ലിഗ്നൈറ്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ് കേട്ടോ. നെയ്വേലിയുമായി ബന്ധപ്പെട്ട് ലിഗ്നൈറ്റ് ഉപയോഗിക്കുന്നു. ലിഗ്നൈറ്റ് ഈ നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. ഇനി നമുക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒന്ന് പെട്ടെന്ന് നോക്കാം. നമ്മുടെ ഓപ്ഷനകത്ത് ഫേസ് 1 ചോദ്യത്തിനകത്ത് നറോറ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നറോറയും സിംഗറൗളി ഞാൻ രണ്ടും എന്താണെന്ന് പറഞ്ഞു തന്നു. സിംഗറൗളി ഒരു കോൾ ഫീൽഡാണ്. നറോറ തേണ്ട ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. എവിടെയുള്ളതാ? ഉത്തർപ്രദേശിലാണ് നറോറ ഉള്ളത്. റാവത്ത് ഭട്ട മറ്റൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെയാണ്? രാജസ്ഥാനാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ റാവത്ത് ഭട്ട, റാപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് രാജസ്ഥാൻ. കൽപ്പാക്കം നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കൽപ്പാക്കം അല്ലെ, സിനിമകളിലൂടെ ഒക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. കൽപ്പാക്കം പവർ സ്റ്റേഷൻ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം. പിന്നെ കൈഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കർണാടകയിലാണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. കാക്രപ്പാറ എന്നൊക്കെ പറയാറുണ്ട്. കാക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി കൂടംകുളം അത്യാവശ്യം നല്ല ഒരു വൈദ്യുത ഉൽപാദന ശേഷിയുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് കൂടംകുളം. ഏകദേശം 4ഓളം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അവിടെ കണ്ടിന്യൂസ്ലി വർക്കാവുന്നുണ്ട്. ഇനി അത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത ഉൽപാദനം നടക്കുന്ന, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ വെച്ച് ഏറ്റവും അധികം വൈദ്യുത ഉൽപാദനം നടക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് കൂടംകുളം. അത്യാവശ്യം ഇനി ജയ്താപൂർ വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. മഹാരാഷ്ട്ര ബേസ് ചെയ്ത് വരുന്നതാണ് ജയ്താപൂർ. ഓൾറെഡി അതിൻ്റെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ധാരാളം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പം മിക്കവാറും കൂടംകുളം 2ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട് ജയ്താപൂരിൻ്റെ വരവോടെ. ക്ലിയർ? അതെവിടെയാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നേരത്തെ ജിയോ തെർമൽ എനർജി ചോദിച്ചതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലാത്തത്, തെർമൽ പവർ സ്റ്റേഷൻ അല്ലാത്തത്, കോൾ ഫീൽഡ് അല്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ഇത് വരാം. അപ്പോൾ എനർജി സോഴ്സസ് നമുക്ക് ഫേസ് 1 ചോദ്യം വന്നു. ഞാൻ ഇവിടെ കുറേ എനർജി
നിങ്ങൾ എനർജി സോഴ്സസ് പഠിപ്പിച്ചു. കൺവെൻഷണൽ തുടങ്ങി നോൺ കൺവെൻഷണൽ, അതുപോലെ തന്നെ അതിനകത്ത് കോള്, പിന്നെ തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഇത്രയും പഠിച്ചു. ഇനി നമുക്ക് ഒരു പെട്രോളിയം, നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ദിഗ്ബോയ്, അല്ല പെട്രോളിയം ലഭിക്കുന്നത് മുംബൈ ഹൈയിൽ നിന്നാണ് അല്ലേ? ആദ്യത്തെ പെട്രോളിയം ഫീൽഡ് അല്ലെങ്കിൽ ഓയിൽ ഫീൽഡ് ദിഗ്ബോയ് ആണ്, ആസാമിലെ ദിഗ്ബോയ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് എന്നറിയപ്പെടുന്നത് മുംബൈ ഹൈ ആണ് അല്ലേ? മുംബൈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് മേഖലയിലുള്ള മുംബൈ ഹൈ ആണ്. അപ്പം ഈ പെട്രോളിയം റിഫൈനറീസ് കൂടി ഒന്ന് നോക്കിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് നോക്കാം, അതുകൂടെ നോക്കാം. റിഫൈനറീസ്, പ്രധാനപ്പെട്ട റിഫൈനറീസ് കൊയാലി എന്ന റിഫൈനറി എവിടെയാണ്? കൊയാലി റിഫൈനറി ഗുജറാത്തിലാണ്. കൊയാലി കേട്ടോ, ഗുജറാത്തിലാണ്. ബറൗണി ഇതൊരു ഓയിൽ റിഫൈനറിയാണ്, ഇവിടെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു. തട്ടിപ്പാക്ക എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ് തട്ടിപ്പാക്ക. നുമാലിഗട്ട് എവിടെ? ആസാമിലാണ് നുമാലിഗട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറിയാണ് നുമാലിഗട്ട്. ബോൺഗായ്ഗോൺ അവിടെ വരുന്നു. അതും ആസാമിൽ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറിയാണ് ബോൺഗായ്ഗോൺ. മണാലി അല്ല, മനാലിയാണ്. മനാലി തമിഴ്നാടാണ്. മനാലി കേട്ടോ, മനാലി എവിടെയാണ്? തമിഴ്നാട്ടിലുള്ള ഓയിൽ റിഫൈനറിയാണ്. മറ്റേത് സുഹാസ കേന്ദ്രം, മണാലി സുഹാസ കേന്ദ്രം ഹിമാചൽ പ്രദേശ്. ഇത് മനാലി റിഫൈനറി തമിഴ്നാട്. പിന്നെ അമ്പലമുകൾ, നമ്മുടെ കേരളത്തിൽ ഉള്ള ഏക ഓയിൽ റിഫൈനറി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അമ്പലമുകൾ. BPCLന്റെ കീഴിൽ വരുന്ന, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കീഴിൽ വരുന്ന ഒരു ഓയിൽ റിഫൈനറിയാണ്. കൊച്ചി ബേസ് ചെയ്ത് അമ്പലമുകൾ എന്ന സ്ഥലത്ത് കേരളത്തിൽ കേട്ടോ. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, കോൾ ഫീൽഡ്സ്, പെട്രോളിയം റിഫൈനറീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പെട്രോളിയം ഫീൽഡ് നമുക്കുള്ളത് എവിടെയൊക്കെയാണ്? 3 സംസ്ഥാനങ്ങളിലുണ്ട് അല്ലേ? ഗുജറാത്തിലുണ്ട്. നമുക്ക് ഗുജറാത്ത് അങ്കലേശ്വറൊക്കെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഈ എണ്ണപ്പാടങ്ങളാണ്. ആസാമിൽ നമുക്ക് ഓയിൽ ഫീൽഡ് ഉണ്ട്. ആസാമിൽ ദിഗ്ബോയ് ഒക്കെ ആസാമിൽ വരുന്ന ഓയിൽ ഫീൽഡാണ്. പിന്നെ നമുക്ക് എവിടെ? മഹാരാഷ്ട്രയിൽ അത് തീരത്ത് നിന്ന് മാറി കടലിലാണ് കേട്ടോ. മഹാരാഷ്ട്ര മുംബൈ ഹൈ കേട്ടോ. മറ്റൊരു 3 സ്റ്റേറ്റുകളിൽ പ്രധാനമായിട്ടും ഓയിൽ ഫീൽഡ്സ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എണ്ണ നിക്ഷേപങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, അതുപോലെ ആസാം, മഹാരാഷ്ട്ര. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. നമുക്ക് റോക്സ് അല്ലെങ്കിൽ ശിലകൾ എന്ന ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ശിലകളുമായി ബന്ധപ്പെട്ട് ധാതു, മിനറൽ എന്ന ടോപ്പിക്കിൽ നിന്നും കൂടെ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഇതൊരു +2 ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ധാതു, മിനറൽ. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ധാതു ഏതാണ്? ഭൂമിയിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ധാതു? ഓപ്ഷൻ: ടോപ്പാസ്, ഇരുമ്പ്, ഫെൽസ്പാർ, ഡയമണ്ട്. ഏതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ധാതു എന്നറിയപ്പെടുന്നത്, മിനറൽ എന്നറിയപ്പെടുന്നത്? ഈ മിനറൽസ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? മിനറൽസ് കൂടിച്ചേർന്നിട്ടാണ് റോക്സ്, ശിലകൾ രൂപപ്പെടുന്നത് അല്ലെ? മിനറൽസ് കൂടിച്ചേർന്നാണ് ശിലകൾ രൂപപ്പെടുന്നത്. ഇതിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള റോക്ക് ഏതെന്നാണ് ചോദ്യം, ധാതു ഏതെന്നാണ് ചോദ്യം. പലവട്ടം നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഏറ്റവും കട്ടിയുള്ള മിനറൽ വസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് ഡയമണ്ട്. ആൻസർ ഏതാണ്? ഡി, ഓപ്ഷൻ ഡി, ഡയമണ്ട് ആണ്. അപ്പോൾ SCERT ടെക്സ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മിനറൽസ് ഏറ്റവും ഹാർഡ്നെസ് കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഹാർഡ്നെസ് കൂടിയതിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം മിനറൽസ് അവയുടെ ഹാർഡ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഹാർഡ്നെസ് കുറഞ്ഞ മിനറലായിട്ട് പറയുന്നത് ടാൽക്കാണ്. 1 ടാൽക്ക്, 2 ജിപ്സം, ഇനി അതിനേക്കാൾ കൂടുതൽ കാൽസറൈറ്റ്, അതിനേക്കാൾ കൂടുതൽ കാൽസൈറ്റ്, അതിനേക്കാൾ 4ാമത് ഫ്ലൂറൈറ്റ്, അതിലും കൂടുതൽ അപ്പറൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു മിനറൽ. പിന്നെ 6ാം സ്ഥാനത്ത് ഫെൽസ്പാർ. നമ്മുടെ ഈ ഒരു ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ ഇതാണ്, ഫെൽസ്പാർ ആണ്. ഭൂമിയുടെ ക്രസ്റ്റ് എന്ന ഭാഗം ഉണ്ടല്ലോ, ഭൂവൽക്കം എന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറലാണ് ഈ ഫെൽസ്പാർ. പിന്നെ വരുന്നു ക്വാർട്സ്, 7ാം സ്ഥാനത്ത് വരുന്നു ക്വാർട്സ്. ഫെൽസ്പാർ കഴിഞ്ഞ് പിന്നെ കാണുന്നത് ക്വാർട്സ് ആണ് ഈ ഭൂമിയുടെ ക്രസ്റ്റ് എന്ന പോർഷനിൽ. പിന്നെ വരുന്ന 8ാം സ്ഥാനത്ത് വരുന്ന ടോപ്പാസ്. നമ്മുടെ ഓപ്ഷൻ എ ഇതായിരുന്നു, ടോപ്പാസ്. പിന്നെ 9 കൊറണ്ടം, ഏറ്റവും ഹാർഡ്നെസ് കൂടിയ ഭൂമിയിൽ കാണപ്പെടുന്ന മിനറൽ വജ്രം, നമ്മുടെ ഡയമണ്ട്. ക്ലിയർ? അപ്പോൾ കടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മിനറൽസിനെ ഇങ്ങനെ തരംതിരിക്കാം. ഏറ്റവും ഹാർഡ്നെസ് കുറഞ്ഞ നമ്മുടെ മിനറൽ എന്ന് ചോദിച്ചാൽ അത് ടാൽക്കാണ്. ചിലപ്പോൾ അവർ ഇത് തന്നെ തരണമെന്നില്ല, ഈ ഒരു 3 തരാം. ടോപ്പാസ്, കൊറണ്ടം, വജ്രം. ഓപ്ഷൻ ഇത് തരാം. അല്ലെങ്കിൽ വജ്രം തരാതിരിക്കാം ഇനി തൊട്ട്. വജ്രം എല്ലാവരും എഴുതുന്നതുകൊണ്ട് ഏറ്റവും ഹാർഡ്നെസ് കൂടിയ താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്തുള്ളതിൽ ഏറ്റവും ഹാർഡ്നെസ് കൂടിയ ധാതു എന്ന് ചോദിച്ചുകൊണ്ട് തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ പഠിക്കണം. വജ്രത്തിന് മുമ്പ് എപ്പോഴും കൊറണ്ടമാണ്. കൊറണ്ടം ചിലപ്പോൾ ഓപ്ഷൻ വരാം. അതിന് മുമ്പ് 8ാം സ്ഥാനത്ത് ടോപ്പാസ്, അതിന് മുമ്പ് ക്വാർട്സ്, അതിന് മുമ്പ് ഫെൽസ്പാർ. ചിലപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ തരാം. 1ഉം 2ഉം കൂടെ ഒന്ന് പഠിച്ചോണം. ടാൽക്ക്, ജിപ്സം എന്നിവയാണ് ആദ്യത്തെ ഏറ്റവും ഹാർഡ്നെസ് കുറഞ്ഞ 2 ധാതുക്കൾ. ടാൽക്ക് ഏറ്റവും കുറവ്, അതിനേക്കാൾ കുറച്ച് കൂടുതൽ ജിപ്സം. അങ്ങനെ പിന്നെ ഇത് കൂടി പോകുന്നു, വജ്രം വരെ കൂടി പോകുന്നു. അപ്പോൾ വജ്രം ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ഓക്കെ, വജ്രം ഉണ്ടെങ്കിൽ എളുപ്പമാണ് ആൻസർ. ചിലപ്പോൾ കൊറണ്ടമോ ടോപ്പാസോ ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 7, 8, 9 ക്വാർട്സ്, ടോപ്പാസ്, കൊറണ്ടം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
ഞാൻ പറഞ്ഞു നമ്മുടെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട മിനറൽസ് ആണ് ഫെൽസ്പാറും അതുപോലെ ക്വാർട്സും. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ. ഞാൻ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് അല്ല ചോദിച്ചേക്കുന്നത്. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. 46% ക്രസ്റ്റ് ഭൂമിയുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന എലമെന്റ് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ ആണ് 78%. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മിനറലാണ് ഫെൽസ്പാറ. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ചോദിച്ചാലാണ് അലുമിനിയം വരുന്നത് കേട്ടോ. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ചോദിച്ചാലാണ് അലുമിനിയം. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള ഉപലോഹമാണ് സിലിക്കൺ കേട്ടോ. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകവും ഇത് തന്നെയാണ്, സിലിക്കൺ ആണ്. നോക്കിയേ ഫെൽസ്പാർ, സിലിക്കൺ, ഓക്സിജൻ എന്നീ മൂലകങ്ങളുടെ സംയോജനമാണ് അല്ലെങ്കിൽ അവയുടെ കൂടിച്ചേരൽ വഴിയാണ് ഫെൽസ്പാർ ഫോം ചെയ്യപ്പെടുന്നത്. എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഗ്ലാസ് നിർമ്മാണത്തിനും സെറാമിക് വസ്തുക്കളുടെ മെറ്റീരിയൽസിന്റെ നിർമ്മാണത്തിനും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ നിറം നോക്കി ഒരു ലൈറ്റ് ക്രീം കളറാണ് അല്ലെങ്കിൽ ഒരു സാൽമൺ പിങ്ക് കളറാണ് ഫെൽസ്പാർ എന്നറിയപ്പെടുന്ന മിനറലുള്ളത്. ക്വാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ വെള്ളത്തിൽ അലിയാത്ത തരത്തിലുള്ള ഒരു ധാതുവാണ്. മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും കൂടെ മിശ്രിതമാണ് ക്വാർട്സ്. മണൽ, ഭൂമിയിൽ രൂപപ്പെട്ടിട്ടുള്ള മണലുണ്ടല്ലോ, മണലും ഗ്രാനൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ക്വാർട്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളറാണ്, വെളുത്ത നിറത്തിലോ നിറമില്ലാത്ത തരത്തിലോ കാണപ്പെടുന്നു. കളർ ഇല്ലാത്ത തരത്തിലോ ഇത് കാണപ്പെടുന്നു കേട്ടോ. ഏതാണ്? ക്വാർട്സ്. ക്ലിയർ. അപ്പോൾ ഫെൽസ്പാറും ക്വാർട്സും ഒന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെറ്റാലിക് മിനറൽസ്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റാലിക് മിനറൽസ്, അത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് അത് എത്ര പെർസെൻറ്റേജ് ആണ്, അതും കൂടെ നമുക്ക് നോക്കാം. നമുക്കറിയാം മെറ്റാലിക് മിനറൽസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർ എന്ന് പറയുന്നത് അയൺ ഓർ ആണ് ഇന്ത്യയിൽ. അയൺ ഓർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് നിലവിൽ ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ 53% അയൺ ഓറും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഡീഷ എന്ന സ്റ്റേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ മെറ്റാലിക് മിനറൽസ് സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മൾ മൈൻ ചെയ്യുന്ന മെറ്റാലിക് മിനറൽ ഏതെന്ന് ചോദിച്ചാൽ അയൺ ഓർ ആണ്. അത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഒഡീഷയാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 53% ഒഡീഷ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാംഗനീസ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് മധ്യപ്രദേശാണ്. 31% മാംഗനീസിന്റെ പ്രൊഡക്ഷനും എവിടെയാണ്? മധ്യപ്രദേശാണ്. 2, 3 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്നാമതുള്ള ബോക്സൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഒഡീഷ തന്നെയാണ്. 73% ബോക്സൈറ്റിന്റെ പ്രൊഡക്ഷൻ എവിടെയാണ്? ഒഡീഷയിലാണ്. പിന്നെ കോപ്പർ വരുന്നു. കോപ്പർ മധ്യപ്രദേശ് ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കോപ്പറിന്റെ. ഗോൾഡ് ആണെങ്കിൽ കർണാടകയാണ്. ഗോൾഡ് എവിടെ? കർണാടക. ക്രോമൈറ്റ് ഒഡീഷ. പ്രധാനപ്പെട്ട മെറ്റാലിക് മിനറൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് അയൺ ഓർ ഒഡീഷ, മാംഗനീസ് മധ്യപ്രദേശ്, ബോക്സൈറ്റ് ഒഡീഷ, കോപ്പർ മധ്യപ്രദേശ്, ഗോൾഡ് കർണാടക, ക്രോമൈറ്റ് ഒഡീഷ. ഈ ഗോൾഡ് നോക്കി 99% ഗോൾഡും എവിടെയാണ്? കർണാടകയാണ്. നമ്മൾ കോളാർ ഗോൾഡ് ഫീൽഡ്, KGF, അതുപോലെ തന്നെ രാംഗിരി ഗോൾഡ് ഫീൽഡ്, ഹട്ടി ഗോൾഡ് ഫീൽഡ് എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോൾഡ് ഫീൽഡ്സ് ആണ്. എവിടെയാണ്? അത് കർണാടക ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശുമാണ് പ്രധാനപ്പെട്ട ഗോൾഡ് ഫീൽഡുകൾ. അതിൽ കർണാടകയാണ് 99% ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. നോൺ മെറ്റാലിക് ചോദിച്ചാൽ ലൈംസ്റ്റോൺ രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രാജസ്ഥാനാണ്. മാഗ്നസൈറ്റ് തമിഴ്നാടാണ്. ഫോസ്ഫോറൈറ്റ് രാജസ്ഥാനാണ്. നോൺ മെറ്റാലിക് മിനറൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ലൈംസ്റ്റോൺ, മാഗ്നസൈറ്റ്, ഫോസ്ഫോറൈറ്റ്, ഇത് 3 ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ഇത് 3 ഏത് സ്റ്റേറ്റ് ആണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 2022-23 മിനിസ്റ്റർ ഓഫ് മൈൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യ ഗ്ലോബൽ ലെവലിലെ ഇന്ത്യയുടെ റാങ്ക് ഏത് മിനറലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് നമുക്ക് നോക്കാം. സ്റ്റീൽ കണ്ടോ, ഈ ക്രൂഡ് സ്റ്റീൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. ക്രൂഡ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ലോകത്തിൽ നമുക്ക് 2ാം സ്ഥാനമാണുള്ളത്. ക്രൂഡ് സ്റ്റീൽ. അയൺ ഓർ നമുക്ക് 4ാം സ്ഥാനമാണ്. പക്ഷേ അയൺ ഓർ സ്റ്റീലാക്കി മാറ്റുന്നതിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. ബോക്സൈറ്റ് നമ്മൾ പിന്നെ വരുന്നത് 2 പഠിച്ചു, 4, ഇനി 3 ഉണ്ടല്ലോ. 3 അലുമിനിയം നമ്മൾ ഗ്ലോബലി 3ാം സ്ഥാനത്താണ്. അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ പ്രൈമറി അലുമിനിയം അതിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്തുള്ളത് പിന്നെ ഏതൊക്കെയാണ്? ലെഡ്, സിങ്ക്, ഇത് 2 നമ്മൾ 3ാം സ്ഥാനത്ത് വരുന്നു. ക്ലിയർ. പിന്നെ 5ാം സ്ഥാനത്ത് മാംഗനീസ് നമ്മൾ 5ാം സ്ഥാനമാണ്. മാംഗനീസ് 6 കൂടെ പഠിച്ചു. ബോക്സൈറ്റ് നമ്മൾ 6ാം സ്ഥാനമാണ്. അപ്പോൾ 2ാം സ്ഥാനത്തുള്ളത് സ്റ്റീലാണെന്ന് ഓർക്കുക. സ്റ്റീലിന്റെ പ്രൊഡക്ഷനിൽ 2ാം സ്ഥാനത്ത് ഗ്ലോബലി നമ്മൾ ഇന്ത്യ ഉണ്ട്. പിന്നെ 3ാം സ്ഥാനം വരുന്നത് ഏതൊക്കെയാണ്? അലുമിനിയത്തിന്, ലെഡിന്, സിങ്കിന്, ഇതെല്ലാം നമ്മൾ 3ാം സ്ഥാനം വരുന്നു. 4ാം സ്ഥാനം വരുന്നത് ക്രോമൈറ്റ്, അയൺ ഓർ കേട്ടോ. ക്രോമൈറ്റും അയൺ ഓറും നമ്മൾ ഗ്ലോബലി 4ാം സ്ഥാനത്താണ്. മറ്റൊരു ചോദ്യം, നമ്മുടെ റോക്സ് എന്ന പാർട്ടി നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രിലിംസിന് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം, ഒരു സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ പറ. ഒരു സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്രോ.
ഏതാണ് ഒരു സെഡിമെന്ററി റോക്കിന്? വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് റോക്സിൽ നിന്ന്. ഒരു സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ? ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്രോ. ഏതാണ് ആൻസർ? only 2 അല്ലെ? ഈ കൽക്കരി മാത്രമാണ്. ബാക്കി ഗ്രാനൈറ്റും ബസാൾട്ടും ഗാബ്രോ ഒക്കെ എന്താണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ ഒക്കെ എന്താണ്? ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. നമുക്ക് 2 ടൈപ്പ് ഇഗ്നിയസ് റോക്സ് ഭൂമിയിൽ അവൈലബിൾ. ഒന്ന് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക് ഫോർമേഷൻ, അതായത് ഭൂമിയുടെ സർഫസിന് മുകളിലേക്ക് മാഗ്മ അല്ലെങ്കിൽ ലാവ പ്രവേശിച്ച് തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ഈ റോക്സ് ആണ് എക്സ്ട്രൂസീവ്. പിന്നെ ഭൂമിയുടെ ക്രസ്റ്റിനുള്ളിൽ വെച്ച് തന്നെ ലാവ സോളിഡിഫൈ ചെയ്തുണ്ടാകുന്നവയാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. 2 തരത്തിലുള്ള റോക്സ് നമുക്ക് എന്ത് റോക്സ്? ഇഗ്നിയസ് റോക്സ് ഉണ്ട്, എക്സ്ട്രൂസീവും ഇൻട്രൂസീവും ഉണ്ട്. അതിനകത്ത് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട്, റയോലൈറ്റ്, പ്യൂമിസ്, ടഫ്. ഇതെല്ലാം എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയുടെ സർഫസിൽ ലാവ എത്തുന്നു, അത് സോളിഡിഫൈ ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാകുന്ന റോക്സ് ആണ് ഈ എക്സ്ട്രൂസീവ്. ഇത് സ്പീഡി സോളിഡിഫിക്കേഷൻ നടക്കുന്ന, വളരെ വേഗത്തിൽ തണുക്കുന്ന റോക്സ് ആണ് എക്സ്ട്രൂസീവ്. കാരണം ഭൂമിയുടെ സർഫസിലേക്ക് എത്തുമല്ലേ ലാവ, പെട്ടെന്ന് തണുക്കും അല്ലേ? അതിനാൽ തന്നെ ഈ ശിലകൾക്ക്, ഈ റോക്സിനകത്തുള്ള ക്രിസ്റ്റൽസിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും. സ്മോൾ ക്രിസ്റ്റൽസ്, നേർത്ത തരികൾ അല്ലേ? സ്മോൾ ക്രിസ്റ്റൽസ് കാണപ്പെടുന്ന, നേർത്ത തരികൾ കാണപ്പെടുന്ന ശിലകളാണ്, റോക്സ് ആണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. എന്നാൽ ഇൻട്രൂസീവിന്റെ കേസിനകത്തോ? ഇൻട്രൂസീവിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചേ. ഗ്രാനൈറ്റ്, ഗാബ്രോ, ഡയറൈറ്റ് ഒക്കെ ഇൻട്രൂസീവിന് എക്സാമ്പിൾ ആണ്. ഇത് സ്ലോലിയാണ് സോളിഡിഫിക്കേഷൻ നടക്കുന്നത്, തണുക്കുന്നത് വളരെ സ്ലോലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലാർജ് ക്രിസ്റ്റൽസ് കാണപ്പെടുന്നു, വലിപ്പമുള്ള ക്രിസ്റ്റൽസ് കാണപ്പെടുന്നു. എക്സ്ട്രൂസീവ്, ഇൻട്രൂസീവ് ഒന്ന് നോക്കി പോവുക. ഇഗ്നിയസ് റോക്സ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഇനി സെഡിമെന്ററി റോക്സിന്റെ എക്സാമ്പിൾ നോക്കാം. സെഡിമെന്ററി റോക്സ് നമുക്ക് 3 തരത്തിൽ ഫോം ചെയ്യുന്നു. ഒന്ന് മെക്കാനിക്കലി ഫോം ചെയ്യുന്ന സെഡിമെന്ററി റോക്സ് ഉണ്ട്, ഓർഗാനിക്കലി ഫോം ചെയ്യപ്പെടുന്നവയുണ്ട്, കെമിക്കലി ഫോം ചെയ്യപ്പെടുന്നവയുണ്ട്. ഈ 3-നകത്ത് ഉൾപ്പെടുന്ന ഒരെണ്ണമാണ് ലൈംസ്റ്റോൺ. മെക്കാനിക്കലി, ഓർഗാനിക്കലി, കെമിക്കലി 3 തരത്തിൽ ഫോം ചെയ്യുന്ന സെഡിമെന്ററി റോക്കാണ് ഇത് ലൈംസ്റ്റോൺ. മെക്കാനിക്കലി നോക്കിക്കുക ഏതൊക്കെയാണ്? സാൻഡ്സ്റ്റോൺ എക്സാമ്പിൾ, മഡ് സ്റ്റോൺ, കൺഗ്ലോമറേറ്റ്, ഷെയില്, ലൈംസ്റ്റോൺ, പിന്നെ ലെസ്, ഷെയില്, ലൈംസ്റ്റോൺ, ലെസ്. ഇതെല്ലാം മെക്കാനിക്കലി ഫോം ചെയ്യുന്ന സെഡിമെന്ററി റോക്കാണ്. ഓർഗാനിക്കലി ഫോം ചെയ്യുന്നതിനകത്ത് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന് ഫോം ചെയ്യുന്ന സെഡിമെന്ററി റോക്സ്, കോള്, പെട്രോളിയം, ലൈംസ്റ്റോൺ, ചോക്ക്, ഗീസറൈറ്റ്, ഡോളമൈറ്റ് എക്സെട്ര. ഇതെല്ലാം ഓർഗാനിക്കലി ഫോം ചെയ്യുന്ന സെഡിമെന്ററി റോക്കാണ്. ഇനി കെമിക്കലി ഫോം ചെയ്യുന്നത് ചെർട്ട്, ആലൈറ്റ്, ജിപ്സം, പൊട്ടാഷ്, നൈട്രേറ്റ്, റോക്ക് സാൾട്ട്, ലൈംസ്റ്റോൺ. ഇതെല്ലാം കെമിക്കലി ഫോം ചെയ്യപ്പെടുന്ന സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ എക്സാമിന് റോക്സിൽ നിന്ന്, ശിലകളിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് മെറ്റമോർഫിക് റോക്സിന്റെ ഭാഗത്തു നിന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് ആ മെറ്റമോർഫിക് റോക്ക് കൂടെ ഒന്ന് പഠിക്കാം. ഇതൊക്കെയാണ് മെറ്റമോർഫിക് റോക്സ്: ക്വാർട്സൈറ്റ്, സ്ലേറ്റ്, മാർബിള്, നെയ്സ്. ഇതെല്ലാമാണ് മെറ്റമോർഫിക് റോക്ക്. ഇതിന്റെ പേരന്റ് റോക്ക് ആയിരുന്നു നമ്മുടെ ചോദ്യം. ഇതിനകത്ത് തെറ്റായത് ഏതെന്ന് പറഞ്ഞ നമ്മുടെ ഫേസ് 1-ലെ ചോദ്യം ഈ സാൻഡ്സ്റ്റോണിനെ പറ്റിയായിരുന്നു ചോദ്യം അല്ലേ? സാൻഡ്സ്റ്റോൺ, ക്വാർട്സൈറ്റ് എന്ന മെറ്റമോർഫിക് റോക്കിന്റെ പേരന്റ് റോക്കാണ് ഇത് സാൻഡ്സ്റ്റോൺ. സ്ലേറ്റ് എന്ന മെറ്റമോർഫിക് റോക്കിന്റെ പേരന്റ് റോക്കാണ് ഷെയില്. ചില ഷെയിലിൽ നിന്ന് മാത്രമല്ല, മഡ് സ്റ്റോൺ, നമ്മുടെ കളിമണ്ണില്ലേ മഡ് സ്റ്റോൺ, അതുപോലെ തന്നെ ക്ലേ സ്റ്റോൺ അല്ലെങ്കിൽ ക്ലേയിഷ് ആയിട്ടുള്ള സ്റ്റോൺസ്, അതിൽ നിന്നെല്ലാം എന്തുണ്ടാവാം? സ്ലേറ്റ് ഉണ്ടാവാം. പിന്നെ ലൈംസ്റ്റോണിൽ നിന്ന് രൂപപ്പെടുന്ന അല്ലെങ്കിൽ ലൈംസ്റ്റോൺ പേരന്റ് റോക്കായിട്ട് വരുന്ന മാർബിളിന്റെ പേരന്റ് റോക്കാണ് ലൈംസ്റ്റോൺ ആണ് മെറ്റമോർഫിസിന് വിധേയമായിട്ട് മാർബിളായി മാറുന്നത്. ഫൈനലി ഗ്രാനൈറ്റിൽ നിന്നാണ് നെയ്സ് ഉണ്ടാവുന്നത്. നെയ്സ് എന്നറിയപ്പെടുന്ന മെറ്റമോർഫിക് റോക്ക് ഫോം ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഗ്രാനൈറ്റിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ. ഇനി ഇവിടുത്തെ ഒരു ചോദ്യം, ഈ പറഞ്ഞ പോയിന്റിൽ നിന്നൊരു ചോദ്യം, ശരിയായ ചേരുംപടി ഏതെല്ലാം, കറക്റ്റ് മാച്ചിങ് ഏതെല്ലാമാണെന്ന് ചോദ്യം. ഗ്രാനൈറ്റ്, നൈസ്, മണൽക്കല്ല്, ക്വാർട്സൈറ്റ്, കൽക്കരി, സ്ലേറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ. ഏതാണ് ശരിയായ ചേരുംപടി? ഈ 4 നമ്മളിപ്പോൾ കണ്ടതല്ലേ? ഗ്രാനൈറ്റ്, നൈസ് ശരിയാണ്, കണ്ടതാണ് നമ്മൾ. മണൽക്കല്ല്, ക്വാർട്സൈറ്റ് നമ്മൾ കണ്ടതാണ്. കൽക്കരി അല്ല കൽക്കരി നമ്മൾ സ്ലേറ്റ് ഒന്നും കണ്ടിട്ടില്ല. സ്ലേറ്റ് നമ്മൾ കണ്ടത് ഷെയിലും അതുപോലെ തന്നെ മഡ് സ്റ്റോണും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ? കൽക്കരി ഗ്രാഫൈറ്റ് റോക്സിന്റെ ഫോർമേഷൻ ആണ് കൽക്കരിയിൽ നിന്ന്. പിന്നെ ചുണ്ണാമ്പ് കല്ല് നമ്മളിത് കണ്ടു, മാർബിൾ നമ്മൾ കണ്ടു. ഇതിനകത്ത് 1, 2, 4 ശരി അല്ലെ? ഈ ചോദ്യത്തിൽ 1, 2, 4 ശരി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റോക്സ് എന്ന പാർട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർത്തി അറിയപ്പെടുന്ന പേര്. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് കഴിഞ്ഞ വർഷവും ചോദിച്ചതാണ്. മാൻഡിലിന്റെയും കാമ്പിന്റെ അതിർത്തി കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഫേസ് 1-ലല്ല, അതിന് മുമ്പ് കഴിഞ്ഞ വർഷം നടന്ന
ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എർത്തിന്റെ സ്ട്രക്ചർ എന്ന പാട്ടിൽ നിന്ന് വന്നേക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ബൗണ്ടറിയുടെ ഡിവിഷൻസ് ഒക്കെ. അതിനകത്ത് മാൻഡിലിന്റെയും കാമ്പ് കോർ എന്നറിയപ്പെടുന്ന പോർഷന്റെയും അതിർത്തിയുടെ പേരാ ചോദിച്ചേക്കുന്നത്. മൊഹോറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി, ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി, വിച്ഛിന്നത വെച്ചാൽ ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ. ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, റെപ്പറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. ഏതാണ് ആൻസർ? മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം ഏതാണ്? യെസ്, നമുക്ക് നോക്കാം. മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർത്തി ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലെ. മാൻഡിലിന്റെയും കാമ്പിന്റെ അതിർത്തി, മാൻഡിൽ അവസാനിക്കുന്നിടത്തുനിന്ന് കാമ്പ് തുടങ്ങുന്നു. കോർ എന്ന പോർഷൻ ഔട്ടർ കോറും ഇന്നർ കോറും എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അതിർത്തിയുടെ പേരാണ്, ഇതിന്റെ പേരാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നറിയപ്പെടുന്നു. ഇനി ഇതേപോലെ തന്നെ ക്രസ്റ്റും മാൻഡിലിന്റെയും അതിർത്തി ചോദിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ക്രസ്റ്റിന്റെയും അതുപോലെ തന്നെ മാൻഡിലിന്റെയും അതിർത്തി. ഇതിന്റെ ഇത് വരും. ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെയും അതിർത്തി ഇതിന്റെ ഇവിടെ നോക്കണം. ഇതിന്റെ ഇത് ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെയും അതിർത്തി വേണമെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഇവിടെ അതിന്റെ പേരാണ് മൊഹോറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി. ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെ അതിർത്തിയാണ് മൊഹോറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി റെപ്പറ്റി ചോദിച്ചാൽ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലിന്റെ അതിർത്തിയാണ് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി. ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ചോദിക്കാം. ലേമാൻ ഔട്ടർ കോറിന്റെയും ഇന്നർ കോറിന്റെയും അതിർത്തിയാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഔട്ടർ കോറും ഇന്നർ കോറും. ഇനി വേണമെങ്കിൽ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി ചോദിക്കാം. അത് സിയാൽ സിമ എന്നീ ഭാഗങ്ങളുടെ അതിർത്തിയാണ് കോൺറാഡ്. സിയാൽ സിമ ഈ രണ്ട് ഭാഗങ്ങളുടെ അതിർത്തിയാണ് ഇത് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ അല്ലേ? മറന്നു പോകാതെ പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ക്രസ്റ്റ്, ഭൂമിയുടെ ഏറ്റവും അപ്പർ പോർഷനാണ് ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഭൂമിയുടെ ഏറ്റവും അപ്പർ പോർഷനാണ് ക്രസ്റ്റ്. ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേരുന്ന സ്ഥലം കണ്ടോ. ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേരുന്ന സ്ഥലം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേരുന്ന ഈ ഒരു പോർഷന്റെ പേരാണ് ലിത്തോസ്ഫിയർ. ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേരുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണെന്ത്? ലിത്തോസ്ഫിയർ. അതിന് താഴോട്ട്, അപ്പർ മാൻഡിലിന് താഴോട്ട് ഉള്ള സ്ഥലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന് താഴോട്ടുള്ള സ്ഥലത്തിന്റെ പേരാണ് അസ്തനോസ്ഫിയർ. ഇവിടെയാണ് എന്ത്? മാഗ്മയുടെ ഫോർമേഷൻ നടക്കുന്നത് ഈ അസ്തനോസ്ഫിയറിലാണ്. ഇതിന് താഴെയാണ് ലിത്തോസ്ഫിയറിന് താഴെയാണ് അസ്തനോസ്ഫിയർ. പ്രത്യേകത, മാഗ്മയുടെ ഫോർമേഷൻ നടക്കുന്നു. മാഗ്മ എന്താണ്? അർദ്ധദ്രവാവസ്ഥ, സെമി മോൾട്ടൺ സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങളാണ്, ഭൂമിക്കടിയിലുള്ള പദാർത്ഥങ്ങളാണ് എന്ത്? മാഗ്മ. ഇതിന് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? അസ്തനോസ്ഫിയർ എന്ന ഭാഗത്താണ്. അസ്തനോസ്ഫിയർ ഏത് പോർഷന് താഴെയാണ് അസ്തനോസ്ഫിയർ? ലിത്തോസ്ഫിയർ എന്ന പോർഷന് താഴെയാണ് എന്ത്? അസ്തനോസ്ഫിയർ. ആരൊക്കെ ചേരുന്നതാണ് ലിത്തോസ്ഫിയർ? ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലാണ് ലിത്തോസ്ഫിയർ. ഇനി ഇവിടുത്തെ പദാർത്ഥങ്ങളുടെ മെറ്റീരിയൽസിന്റെ ഡെൻസിറ്റി വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. നമുക്ക് ഇങ്ങനെയാണ് ഓർഡർ. ഏറ്റവും മുകളിലുള്ള ഭാഗം ഭൂമിയിൽ സിയാലാണ്. ഇത് സിയാൽ. ഈ ഒരു ഭാഗം പർവ്വതങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വൻകരകളുടെ ഭാഗത്തെ സിയാൽ എന്ന് വിളിക്കുന്നത്. വൻകര ക്രസ്റ്റിനെയാണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റിനെയാണ് നമ്മൾ സിയാൽ എന്ന് വിളിക്കുന്നത്. അതിന് താഴെയാണ് സിമ അല്ലെ. ഓഷ്യാനിക് ക്രസ്റ്റിനെയാണ് സിമ എന്ന് വിളിക്കുന്നത്. അതിന് താഴെ വരുന്നു മാൻഡിൽ തന്നെ ഏറ്റവും മുകളിൽ ലിത്തോസ്ഫിയർ, അതിന് താഴെ അസ്തനോസ്ഫിയർ. ആ ഓർഡറിലാണല്ലോ മാൻഡില്. ഓക്കെ. പിന്നെ വരുന്നു ഏതാണ്? ഔട്ടർ കോർ വരുന്നു. ഔട്ടർ കോർ അതിന് താഴെ വരുന്നു ഇന്നർ കോർ. മോസ്റ്റ് ഡെൻസർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണപ്പെടുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ഏറ്റവും താഴെ ആയിരിക്കും, ഇന്നർ കോറിലായിരിക്കും. ഓക്കെ. മുകളിലോട്ട് ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. ഔട്ടർ കോറിൽ അതിലും കുറവാണ്. അസ്തനോസ്ഫിയർ ഔട്ടർ കോറിനേക്കാൾ കുറവാണ്, അതിലും കുറവാണ്. ലിത്തോസ്ഫിയറിൽ അതിലും കുറവാണ്. സിമയേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഉള്ള പദാർത്ഥങ്ങളുള്ള ഭാഗമാണ് സിയാൽ. അപ്പോൾ ഈ ഡെൻസിറ്റി ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ചോദ്യം വരാം, അതിർത്തി വെച്ചുകൊണ്ട് ചോദ്യം വരാം. ലിത്തോസ്ഫിയർ അസ്തനോസ്ഫിയറും ചോദിക്കാം. പിന്നെ ഇതിന്റെ പേരുകൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. മീസോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഭൗമപാളി, ഭൂമിയിൽ മീസോസ്ഫിയർ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? മാൻഡിലിനെയാണ് മീസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ മീസോസ്ഫിയർ എന്നറിയപ്പെടുന്നത് മാൻഡിലാണ്. അറ്റ്മോസ്ഫിയറിൽ ഒരു മീസോസ്ഫിയർ ഉണ്ട്. ഇത് ഭൂമിയുടെ മീസോസ്ഫിയർ എന്നറിയപ്പെടുന്നത് ഏതാണ്? മാൻഡിലുണ്ട്. മാൻഡിൽ ഹൈറ്റ് അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? എവിടെ തൊട്ട് എവിടം വരെയാണ് മാൻഡിൽ കാണപ്പെടുന്നത്? ക്രസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് താഴേക്ക് 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ. ക്രസ്റ്റ് അവസാനിക്കുന്നിടത്തു നിന്ന് 2000, ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് 40 കിലോമീറ്റർ പറയുന്നത്. അപ്പോൾ അവിടുന്ന് താഴോട്ട് അല്ലേ. ഇനി കോർ എവിടെയാണ്? 2900 മുതൽ 6371 അല്ലെങ്കിൽ 78, 6371 അല്ലെങ്കിൽ 78 വരെയാണ് കോർ കാണപ്പെടുന്നത്. കോറിനെ എന്താ വിളിക്കുന്നത്? ബാരിസ്ഫിയർ എന്ന് വിളിക്കുന്നു. ബാരിസ്ഫിയർ. അപ്പോൾ കോറിനെ ബാരിസ്ഫിയർ എന്നും മാൻഡിലിനെ മീസോസ്ഫിയർ എന്നും വിളിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തണം. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിന് പ്രീവിയസ്ലി കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്.
ഇനി ക്രസ്റ്റിലുള്ള പ്രധാനപ്പെട്ട 4 എലമെന്റ്സ് നോക്കണം. ഓക്സിജൻ ഏറ്റവും കൂടുതൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഓക്സിജൻ ആണ്. രണ്ടാമത് കാണപ്പെടുന്ന എലമെന്റ് സിലിക്കൺ ആണ്. ക്രസ്റ്റിൽ മൂന്നാമത് കാണപ്പെടുന്ന എലമെന്റ് അലുമിനിയം ആണ്. നാലാമത് കാണപ്പെടുന്ന ഇരുമ്പാണ്. ഈ മൂന്നാമതുള്ള എലമെന്റ് ഉണ്ടല്ലോ, അതൊരു മെറ്റൽ ആണല്ലോ. അപ്പോൾ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ മെറ്റൽ ചോദിച്ചാൽ ഏതാണ്? അലുമിനിയം ആണ്. ക്രസ്റ്റിൽ രണ്ടാമതുള്ള മെറ്റൽ ചോദിച്ചാൽ ഏതാണ്? ഇരുമ്പാണ്, അയനാണ്. ക്ലിയർ അല്ലേ? ഇനി ക്രസ്റ്റിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതു നമ്മൾ മിനറൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെൽസ്പാർ ആണ്. ക്രസ്റ്റിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതു ചോദിച്ചാൽ അത് ഫെൽസ്പാർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എർത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നെക്സ്റ്റ്, കഴിഞ്ഞ ഫേസ് 1 നമുക്ക് ഭൂകമ്പങ്ങളിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 2024 പുതുവർഷത്തിൽ നോട്ട പെനിൻസുല, അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. എവിടെയാണ് ഈ നോട്ട പെനിൻസുല? ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഡിഗ്രി ലെവൽ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട പെനിൻസുലയുടെ ഭൂകമ്പത്തെ പറ്റി ഞാൻ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ ഇതിൻ്റെ PYQ ഡിസ്കഷനിൽ കൊടുത്താ. നോട്ട പെനിൻസുല എവിടെയാണ്? ജപ്പാനിലാണ്. എന്തുകൊണ്ടാണ് നോട്ട പെനിൻസുല ഇത്രയും പ്രശ്നബാധിത മേഖലയായി മാറുന്നത്? ജപ്പാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നത്? 4 പ്രധാന പ്ലേറ്റുകൾ, എർത്ത് പ്ലേറ്റുകളുടെ കൺവേർജൻസ് നടക്കുന്ന സ്ഥലമാണ് ഈ ജപ്പാൻ. അതുകൊണ്ടാണ് ഇവിടെ ഭൂകമ്പങ്ങൾ കൂടുതലായി നടക്കുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവം, ഭൂമിക്കടിയിൽ എവിടെയാണ് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തിന് എന്താ വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ഭൂകമ്പ നാഭി, മാൻഡിൽ, അധികേന്ദ്രം, ഇവയൊന്നുമല്ല. ഭൂകമ്പ നാഭിയെ ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്നാണ് ഇംഗ്ലീഷ് ടേം. അധികേന്ദ്രത്തിന് എപ്പി സെന്റർ എന്നാണ് ഇംഗ്ലീഷ് ടേം. എപ്പി സെന്റർ. എവിടെയാണ് ഭൂകമ്പ തരംഗങ്ങൾ അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് വേവ്സ് രൂപപ്പെടുന്നത്? ഏത് സ്ഥലത്താണ്? ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരെന്താണ്? യെസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂകമ്പ നാഭി അല്ലെങ്കിൽ ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഭൂകമ്പ തരംഗങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം. ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴെ ഭൂവൽക്കത്തിൽ ക്രസ്റ്റിൽ ഈ ഫോക്കസ് എന്ന പോർഷൻ കണ്ടോ? ഫോക്കസ്, ഇതാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫോക്കസ്. ഇവിടെ പ്ലേറ്റുകളുടെ മൂവ്മെന്റ് വഴി വലിയൊരു എനർജി ഈ ഒരു ഭാഗത്തുണ്ടാവുകയും ആ എനർജി എന്ത് ചെയ്യുന്നു? ഭൂമി റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെ? തരംഗങ്ങളുടെ രൂപത്തിൽ. വട്ടം ഇട്ടേക്കുന്നുണ്ടോ? ഈ വേവ്സ് ഇട്ടേക്കുന്നുണ്ട്. ഇത് തരംഗങ്ങളാണ്. ഈ തരംഗങ്ങളുടെ രൂപത്തിൽ ഈ എനർജി ആ ഫോക്കസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. 2 തരത്തിലുള്ള വേവ്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഫോക്കസിൽ നിന്ന്. പി വേവും എസ് വേവും. അല്ലേ? ഇവരെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവർ ആ ഒരു ഫോക്കസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത് പി വേവ് ആയതുകൊണ്ട് ഭൂമിയുടെ സർഫസിൽ ആദ്യം എത്തുന്ന ആരായിരിക്കും? പി വേവ് ആയിരിക്കും. പി വേവിനേക്കാൾ സ്പീഡ് കുറഞ്ഞ ആളാണ് എസ് വേവ്. അതുകൊണ്ട് പുറകെ എത്തുന്ന ആളാണ് ഏത്? എസ് വേവ്. പി വേവ് ആണെങ്കിൽ എല്ലാ മീഡിയത്തിലൂടെ സഞ്ചരിക്കും. ഏതാണ്? സോളിഡ്, ലിക്വിഡ്, അതേപോലെ തന്നെ ഗേഷ്യസ് ആയിട്ടുള്ള എല്ലാ മീഡിയത്തിലൂടെ പി വേവിന് സഞ്ചരിക്കാൻ സാധിക്കും. എസ് വേവിന് അങ്ങനെ പറ്റത്തില്ല. എസ് വേവിന് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമേ, ഖരാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് എസ് വേവിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഈ വേവ്സ് ആദ്യം എത്തിച്ചേരുന്നത് എപ്പോഴും ഫോക്കസിന് നേരെ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു വര വരച്ചാൽ ഭൂമിയുടെ സർഫസിൽ ഏത് സ്ഥലം എത്തുമോ അവിടെ ആയിരിക്കും വേവ്സ് ആദ്യം എത്തിച്ചേരുന്നത്. പിയും എസും ഒക്കെ ആദ്യം എത്തിച്ചേരുന്നത് എപ്പോഴും ഈ ഫോക്കസിന് നേരെ മുകളിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എർത്തിന്റെ ആ പോർഷനിലായിരിക്കും, സർഫസിലായിരിക്കും ആദ്യം ഈ വേവ്സ് എത്തുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് എപ്പി സെന്റർ അല്ലെങ്കിൽ മലയാളത്തിൽ അധികേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഇവിടെ ആയിരിക്കും ഒരു ഭൂകമ്പത്തിന് ഫലമായിട്ടുള്ള എല്ലാ നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ഈ ക്വേക്സ്, ഷേക്കിങ്സ് ഒക്കെ അനുഭവപ്പെടുന്ന എവിടെയായിരിക്കും? എപ്പോഴും എപ്പി സെന്റർ എന്ന ഭാഗത്തായിരിക്കും കേട്ടോ. അപ്പോൾ പി വേവ്, എസ് വേവ് കാര്യം ഓർത്തു വെക്കുക. ഈ പി വേവും എസ് വേവും ഭൂമിയുടെ സർഫസിലുള്ള റോക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അടുത്ത വേവാണ് സർഫസ് വേവ്. സർഫസ് വേവ് 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ലവ് വേവ് എന്ന പേരിൽ ഒരു സർഫസ് വേവ് ഉണ്ട്. റേലെ വേവ് എന്ന പേരിൽ ഒരു സർഫസ് വേവ് ഉണ്ട്. 2 ടൈപ്പ് സർഫസ് വേവ് ഉണ്ട്. ഭൂമിയിലെ എർത്ത്ക്വേക്ക് വേവ്സിലെ ഏറ്റവും നാശകരമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, ഏറ്റവും ഭീതി ഉളവാക്കുന്ന വേവാണ് ഇത് സർഫസ് വേവ്സ്. കാരണം ഇത് സർഫസിലൂടെയാണ് ഈ ഒരു വേവ് സഞ്ചരിക്കുന്നത്, മൂവ് ചെയ്യുന്നത്. 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. ലവ് എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹമാണ് ഈ വേവിനെ പറ്റിയുള്ള വിവരം ഭൂമിക്ക് മനുഷ്യർക്ക് നൽകുന്നത്. ഇപ്പൊ ലവ് വേവ് ഈ പാമ്പ് ഇഴഞ്ഞു പോകുന്ന ആകൃതിയിൽ സഞ്ചരിക്കുന്ന വേവാണ് ലവ് വേവ്. മറ്റ് റേലെ വേവ് ഒരു ഹാഫ് സർക്കിൾ, ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു പാരാബോളിക് ആയിട്ടുള്ള ആകൃതിയിലൊക്കെ പോകുന്ന വേവാണ് ഈ റേലെ വേവ്. ഒരു റോളിംഗ് വേവാണ് കണ്ടെങ്കിൽ ഒരു റോളിംഗ് വേവാണ് ഇത് റേലെ വേവ്. മറ്റേതൊരു സിഗ്സാഗ് മൂവ്മെന്റ് ആണ് നടക്കുന്നത് ഈ ലവ് വേവ്സിനകത്ത്. ഇത് 2 സർഫസ് വേവ്സിന് എക്സാമ്പിൾ ആണ്, ലവും റേലയും. ഈ മെസ്സുമാണ് ബോഡി വേവ്സിന് എക്സാമ്പിൾ, ഭൂമിയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന വേവ്സ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ
ഗോസിന്റെ ഫോർമേഷൻ എവിടെ നടക്കുന്നു? ഫോക്കസിൽ നടക്കുന്നു. ഫോക്കസ് മലയാളത്തിൽ ഫോക്കസ് എന്ന ഹൈപ്പോ സെന്റർ എന്ന സ്ഥലത്തെ വിളിക്കുന്നു. മലയാളത്തിൽ അതിനെ പ്രഭാവ കേന്ദ്രം എന്ന് വിളിക്കുന്നു കേട്ടോ. പ്രഭാവ കേന്ദ്രം. എപ്പി സെന്റർ അധികേന്ദ്രമാണ്. നേരെ ഫോക്കസിന് നേരെ മുകളിലേക്ക് ഒരു വര വരച്ചിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വര വരച്ചാൽ അത് ഭൂമിയുടെ സർഫസിൽ എവിടെ പോയി അവസാനിക്കുന്നു ആ സ്ഥലമാണ് എപ്പി സെന്റർ. ഇനി നമുക്ക് കേരള ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യം തന്നെ ഇതായിരുന്നു. നാഷണൽ വാട്ടർവേ 3യെ പറ്റിയൊരു ചോദ്യമായിരുന്നു. കോട്ടപ്പുറം കൊല്ലം വരെ ഉണ്ടായിരുന്ന നാഷണൽ വാട്ടർവേ ദേശീയ ജലഗതാഗത നിയമത്തിന്റെ രൂപീകരണത്തിന് ശേഷം 2016 ശേഷം അത് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതായിരുന്നു ചോദ്യം. കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തും തുടങ്ങി നേരത്തെ മലപ്പുറത്ത് മലപ്പുറം കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന നാഷണൽ വാട്ടർവേ 3 എങ്ങോട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്തു? നമ്മുടെ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതായിരുന്നു ചോദ്യം. നാഷണൽ വാട്ടർവേ 1ഉം 2ഉം ഒക്കെ നോക്കി പോകണം. 1, 2 ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. 1 അലഹബാദ്, ഹാൽഡിയ ആ ഒരു സ്ട്രെച്ചിലുള്ളതാണ് നാഷണൽ വാട്ടർവേ 1. നാഷണൽ വാട്ടർവേ 2 സാദിയ ദൂബ്രി എന്നറിയപ്പെടുന്ന ആസാമിലെ ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. സാദിയ ദൂബ്രി സ്ട്രെച്ചിൽ വരുന്നതാണ്. നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് കൃഷ്ണ ഗോദാവരി റിവേഴ്സിലായിട്ട്, അതായത് കാക്കിനഡ പുതുച്ചേരി സ്ട്രെച്ചിൽ വരുന്നതാണ്. നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്നത് മഹാനദി, ബ്രാഹ്മണി തുടങ്ങിയ നദികളുമായി ബന്ധപ്പെട്ട് ഒഡീഷയിലെ ഈസ്റ്റ് കോസ്റ്റ് കനാൽസിലൂടെ കണക്ട് ചെയ്യുന്ന നാഷണൽ വാട്ടർവേ ആണ് ഈ നാഷണൽ വാട്ടർവേ 5 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേരള ജോഗ്രഫിയിൽ നിന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയപാതകൾ, നാഷണൽ ഹൈവേസ് വേണമെങ്കിൽ ചോദിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതിൻ്റെയും പഴയ പേര് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ, കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ഇപ്പോൾ ഏതാണ്? NH66 ആണ്. കേരളത്തിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിൽ വരെയുണ്ട്. ഇത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിൽ പനവേൽ വരെ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ്. കേരളത്തിൽ അത് തലപ്പാടി, കാസർഗോഡാണ്. കളിയിക്കാവിള, തിരുവനന്തപുരത്താണ് കേട്ടോ. ഇത്രയും പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്നു. NH66. NH85 കൊച്ചി, തൊണ്ടി പോയിന്റ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന. തൊണ്ടി പോയിന്റ് തമിഴ്നാടാണ്. അങ്ങ് തമിഴ്നാടിൻ്റെ ഏറ്റവും കിഴക്കാണ്. കേരളത്തിൽ ഇത് എറണാകുളത്ത് കുണ്ടന്നൂർ തൊട്ട് ഇടുക്കിയിൽ ബോഡിമേട്ട് വരെ ബന്ധിപ്പിക്കുന്നു. NH183 ദിണ്ടിഗൽ എവിടെയാണെന്നറിയാമല്ലോ? തമിഴ്നാടാണ് അല്ലേ? തമിഴ്നാട് ദിണ്ടിഗൽ മുതൽ കൊട്ടാരക്കര വരെ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് NH183 ദിണ്ടിഗൽ. കൊട്ടാരക്കര നമ്മുടെ കൊല്ലത്തുനിന്ന് തുടങ്ങി ദിണ്ടിഗൽ, തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ വരെ. അത് നമുക്ക് കേരളത്തിൽ എവിടെയാണ്? കൊട്ടാരക്കര ടു കുമളിയിൽ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ അവസാനിക്കുകയാണല്ലോ. നമ്മുടെ ആ ഒരു കേരളത്തിലെ പോർഷൻ അവസാനിക്കുന്നു. അവിടം വരെ കണക്ട് ചെയ്യുന്നതാണ് NH183. ആ ഒരു കുമളിയിലേക്ക് പോകുന്ന റോഡ്, കൊട്ടാരക്കര ആ കുമളി റോഡാണ് NH183. പിന്നെ NH544, NH544, അത് ഇമ്പോർട്ടൻ്റ് പഠിച്ചോണം. NH47 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്. എറണാകുളം, തമിഴ്നാട്ടിലെ സേലത്തുനിന്ന് എറണാകുളത്ത് ഇടപ്പള്ളി വരെ കണക്ട് ചെയ്യുന്നു. NH44. കേരളത്തിൽ അത് ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി വാളയാർ വരെയുള്ളൂ. കാരണം നമ്മുടെ ബോർഡർ അതായല്ലോ, വാളയാർ നമ്മുടെ ബോർഡറാണ്. സോ അവിടം വരെയുള്ളൂ NH544. പിന്നെ വരുന്ന NH744 തിരുമംഗലം, മധുര അടുത്താണ് തിരുമംഗലം. തിരുമംഗലത്തു നിന്ന് കൊല്ലം വരെയാണ്. നമ്മുടെ കൊല്ലത്ത് തുടങ്ങി മധുരയ്ക്കടുത്ത് തിരുമംഗലം വരെയാണുള്ളത്. അത് കേരളത്തിൽ ബന്ധിപ്പിക്കുന്ന കൊല്ലം തൊട്ട് കഴുത്തുരുത്തി വരെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇനി 766 കോഴിക്കോട് തൊട്ട് കൊല്ലകൽ വരെയാണ്. കോഴിക്കോട് ടു കൊല്ലകൽ, മൈസൂറിനടുത്താണ് കൊല്ലകൽ. അത് കേരളത്തിൽ ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് തുടങ്ങി മുത്തങ്ങ, നമ്മുടെ ബോർഡറിൽ മുത്തങ്ങ കൊണ്ട് അവസാനിക്കും. നമ്മുടെ ആ ഒരു താമരശ്ശേരി ചുരം കൂടി പോകത്തില്ലേ, ആ ഒരു റോഡാണിത്. പിന്നെ NH966 ഫറോക്ക് തൊട്ട് പാലക്കാട് വരെയുള്ള, കോഴിക്കോടാണ് ഫറോക്ക്, അവിടുന്ന് പാലക്കാട് വരെയുള്ളതാണ്. അത് കേരളത്തിനകത്തും അത് തന്നെ ഫറോക്ക് പാലക്കാട് ബന്ധിപ്പിക്കുന്നു. പിന്നെ NH966 കളമശ്ശേരി വല്ലാർപാടമാണ്. കേരളത്തിനകത്തും അത് തന്നെ കളമശ്ശേരി വല്ലാർപാടം ഇത് കണക്ട് ചെയ്യുന്നു. ഇത് മറ്റ് പല നാഷണൽ ഹൈവേസിലേക്കുള്ള കണക്ഷൻസ് ആണ് ഈ ഒരു ചെറിയ നാഷണൽ ഹൈവേസ്. പിന്നെ NH966B നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ആയിരുന്നു ഇത്. ഇപ്പൊ കേരളത്തിലെ മാത്രം ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ആയി മാറി. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും 548 അല്ല, ഇതിൽ ചെറുത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം ചെറിയ നാഷണൽ ഹൈവേ ആണ് ഇപ്പം NH966B. പഴയ പേര് NH47A എന്നായിരുന്നു. കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ആണ് ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലം കേട്ടോ, കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ. പിന്നെ NH185 അടിമാലി കുമളിയാണ്. അടിമാലി മുതൽ കുമളി വരെ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് NH185 അടിമാലി കുമളി. NH183A ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ കേട്ടോ, ഭരണിക്കാവ് വണ്ടിപ്പെരിയാറാണ്. ടൈറ്റാനിയം ജംഗ്ഷൻ, കൊല്ലത്ത് ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് വണ്ടിപ്പെരിയാർ വരെയുള്ളതാണ് 183A എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ് ഓർക്കുക. ഇന്ത്യയിലെ നാഷണൽ ഹൈവേസിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട റോഡ് പ്ലാനുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. 20-year റോഡ് പ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ റോഡുകളുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി 3 പ്രധാനപ്പെട്ട റോഡ് പ്ലാൻസ് ഇന്ത്യൻ ഗവൺമെൻറ് അതിൻ്റെ ഫോർമേഷൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ റോഡ് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്തു.
ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ റോഡ് പ്ലാൻ വരുന്നത്. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ 2 റോഡ് പ്ലാൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട റോഡ് പ്ലാൻസ് ആണ് 20 ഇയർ റോഡ് പ്ലാൻസ് എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ 20 ഇയർ റോഡ് പ്ലാനിന്റെ കാലഘട്ടം 43 to 63 ആയിരുന്നു. 1943-63. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റോഡ് ഡെൻസിറ്റി ടാർഗറ്റ് 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്നുള്ളതായിരുന്നു. പക്ഷെ അത് നമുക്ക് 61 തന്നെ ഇത് അവസാനിക്കുന്നു. കാരണം നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് സർക്കാരുമായിട്ടുള്ള ആ ഒരു പ്രശ്നമൊക്കെ കാരണം ഇത് മുമ്പോട്ട് പോയില്ല. മാത്രമല്ല സ്വാതന്ത്ര്യ ലബ്ധി ആ 47 സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം വന്ന ഈ ഇന്റഗ്രേഷൻ, സ്റ്റേറ്റ് ഇന്റഗ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. 63 വരെ പ്ലാൻ ചെയ്തതാണ്, 20 വർഷം പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അത് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് വർഷങ്ങൾക്ക് ഒരു 60, 47, 50 കൊണ്ടൊക്കെ ഈ ഒരു 50, 52 കാലഘട്ടം കൊണ്ടൊക്കെ ആ ഒരു റോഡ് പ്ലാന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ അവസാനിച്ചു. അങ്ങനെ ഇരിക്കെ 61 അടുത്ത റോഡ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബോംബെ റോഡ് പ്ലാൻ കേട്ടോ. ഇത് കംപ്ലീറ്റ് ആകാഞ്ഞത് കൊണ്ടാണ് നമ്മൾ 61 അടുത്ത് ഏറ്റവും ഇത് തീരാൻ നോക്കി നിൽക്കാതെ അതിന് മുമ്പ് തന്നെ അടുത്ത റോഡ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. ബോംബെ റോഡ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 32 കിലോമീറ്റർ/100 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ അതിന്റെ റോഡ് ഡെവലപ്മെന്റ് ടാർഗറ്റ്. മൂന്നാമത്തെ റോഡ് പ്ലാൻ എന്നറിയപ്പെടുന്ന ലക്നൗ റോഡ് പ്ലാനാണ്. 84 km/100 സ്ക്വയർ കിലോമീറ്റർ ആണ് മൂന്നാമത്തെ റോഡ് പ്ലാനായ ലക്നൗ റോഡ് പ്ലാനിന്റെ റോഡ് ടാർഗറ്റ്. അത് 81 ഇത് അവസാനിക്കുന്നുണ്ടോ, 81 ഇത് അവസാനിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി 81 തൊട്ട് 2001 വരെയാണ് മൂന്നാമത്തെ റോഡ് പ്ലാന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ് ഒന്ന് നോക്കി പോകുക. NH1 പെട്ടെന്ന് നോക്കിക്കോണം. NH1 ജമ്മു ടു ലഡാക്ക് ആണ്. അതിന്റെ ഓൾഡ് നമ്പർ കൂടെ പഠിച്ചോണം. ഓൾഡ് NH1 പഴയ ഇപ്പം നമ്പർ സിസ്റ്റം മാറിയല്ലോ. അപ്പോൾ ഓൾഡ് NH1 എന്ന് പറയുന്നത് ഡൽഹി ടു അമൃത്സർ ആയിരുന്നു. അമൃത്സറിനടുത്ത് അട്ടാരി എന്ന സ്ഥലം വരെയായിരുന്നു. NH2 ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്യുന്നത് ആസാമിന് മിസോറാമിലേക്കാണ്. നേരത്തെ ഡൽഹി ടു കൊൽക്കത്തയായിരുന്നു. NH3 പഞ്ചാബിനെ ലഡാക്കുമായിട്ട് ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്യുന്നു. നേരത്തെ കണക്ട് ചെയ്ത് ആഗ്ര ബോംബെ ആയിരുന്നു. NH4 എന്ന് പറയുന്നത് ആൻഡമാൻ ട്രങ്ക് റോഡാണ്. ആൻഡമാനിലൂടെയുള്ള ദേശീയപാതയാണ്. മറ്റ് ദേശീയപാതകളുമായിട്ട് കണക്ഷൻ വരുന്നില്ല. ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ NH44 ആണ്. ശ്രീനഗർ ടു കന്യാകുമാരി കണക്ട് ചെയ്യുന്നു. പഴയ പേര് NH7. ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് NH7. NH7ഉം NH1ഉം അങ്ങനെ കുറേ സാധനങ്ങൾ 7ഓളം നാഷണൽ ഹൈവേസ് കമ്പൈൻ ചെയ്താണ് NH44 ആക്കുന്നത്. സ്മോളസ്റ്റ് നാഷണൽ ഹൈവേ നേരത്തെ 966B ആയിരുന്നു നമ്മുടെ കേരളത്തിലെ കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ആയിരുന്നു. ഇപ്പോൾ NH548 ആണ്. നമ്മുടെ മഹാരാഷ്ട്രയിലെ കലംബോലി എന്ന സ്ഥലത്തുള്ള നാഷണൽ ഹൈവേ ആണ് അത് കേട്ടോ. അതാണ് ഇപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നാഷണൽ ഹൈവേ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മാപ്സിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മാപ്പ് പ്രൊജക്ഷൻസ്, അത് PYQ ഡിസ്കഷനിൽ ഞാൻ ഇന്ത്യയിലെ ഭൂമിയിലെ പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷൻസ് പറഞ്ഞു തന്നിരുന്നു. അസിമുത്തൽ, സിലിണ്ടറിക്കൽ, അതേപോലെ തന്നെ കോണിക്കൽ, 3 പ്രധാനപ്പെട്ട പ്രൊജക്ഷൻസ് ആണ് ഉള്ളത്. സർവേ ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നത് പോളികോണിക് പ്രൊജക്ഷനാണ്. കോണിക്കലിനകത്ത് വരുന്ന പോളികോണിക് എന്ന് പറയുന്ന പ്രൊജക്ഷനാണ് സർവേ ഓഫ് ഇന്ത്യ മാപ്സിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. പോളികോണിക് പ്രൊജക്ഷൻ അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഫേസിലെ ചോദ്യം. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. മാപ്സിൽ നിന്ന് ചോദ്യം വന്നതുകൊണ്ട് ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ഒന്ന് ചോദിച്ചതുകൊണ്ട് എനിവേ ഒന്ന് നോക്കി പോവുക. ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഡെപ്പിക്റ്റ് ചെയ്യുന്ന മാപ്പിനെയാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് വിളിക്കുന്നത്. നാച്ചുറലും മാൻമെയ്ഡുമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഒരു മാപ്പിൽ ഡെപ്പിക്റ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ആക്യുറേറ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്യാറുണ്ട്? ഒരു എലിവേഷൻ, ഒരു പ്രദേശത്തിൻ്റെ ഉയരം, ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ റിവേഴ്സ്, ഫോറസ്റ്റ്, ഫാംസ്, സിറ്റീസ് മാൻമെയ്ഡ് ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാൻമെയ്ഡ് ആണ്. സെറ്റിൽമെന്റ്സ് മാൻമെയ്ഡ് ആണ്. അപ്പോൾ നാച്ചുറൽ മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഡെപ്പിക്റ്റ് ചെയ്യും. The Survey of India is the official agency that is responsible for the preparation of topographic maps of our country. നമ്മുടെ രാജ്യത്തിന്റെ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് നിർമ്മിക്കുന്നത് ആരാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. അവർ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? മാപ്പ് വരയ്ക്കാൻ വേണ്ടി പല പ്രൊജക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏത് പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നു? പോളികോണിക് എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നു. പോളികോണിക് പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് സർവേ ഓഫ് ഇന്ത്യ മാപ്സ് തയ്യാറാക്കുന്നത്. ഇനി ഏതൊക്കെ സ്കെയിൽസിലുള്ള മാപ്പാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ സ്കെയിൽസിലുള്ള മാപ്പുണ്ട്? അതിനു മുമ്പ് ഈ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നോക്കിപ്പോക്കോ. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഏതൊക്കെ സ്കെയിൽസിൽ നിർമ്മിക്കാറുണ്ട്? 1:10 lakh. ഇതിനാണ് നമ്മൾ മില്യൺ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. 1:10 lakh മില്യൺ ഷീറ്റ്. പിന്നെ 1:2.5 lakh. പിന്നെ 1:1.25 lakh, അതായത് 1.25 ലക്ഷം അതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 1:50,000, പിന്നെ 1:25,000. SRTക്കകത്ത് ഈ 4 പറയുന്നുള്ളൂ. 1, 2, 3, 4 ഈ 4 പറയുന്നുള്ളൂ. വേറെയും സ്കെയിൽസ് ഒക്കെ ഉണ്ട്. 1:1.25 lakh ഒക്കെ സ്കെയിൽസ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പ്രതിപാദിക്കുന്നില്ല, SRTക്കകത്ത്. ജോഗ്രഫിക്കൽ മാപ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ ആർ കോമൺലി നോൺ ആസ് സർവേ ഓഫ് ഇന്ത്യ മാപ്സ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സർവേ ഓഫ് ഇന്ത്യ മാപ്സിനെ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ മാപ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർവേ ഓഫ് ഇന്ത്യ മാപ്സ് അല്ലെങ്കിൽ SOI മാപ്സ് എന്ന് വിളിക്കുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ ഷോർട്ട് നെയിമാണ് ടോപ്പോ ഷീറ്റ് എന്ന് വിളിക്കുന്നു. ടോപ്പോ ഷീറ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ,
ഇത് നോക്കിയേ, ജോഗ്രഫിക്കൽ മാപ്സ് ഓഫ് ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ് ആർ പ്രിപ്പയർഡ് ഇൻ 2222 ഷീറ്റുകളായിട്ട്, ഒരേ സൈസ് ഒരേ വലിപ്പമുള്ള 2222 ഷീറ്റുകളായിട്ട് ഭൂമിയുടെ മുഴുവൻ പ്രദേശങ്ങളുടെയും ജോഗ്രഫിക്കൽ മാപ്സ് നിർമ്മിച്ചിട്ടുണ്ട്. അത് മില്യൺ ഷീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ടോപ്പോ ഷീറ്റ്സിന്റെ എല്ലാം ഇതെന്ന് പറയുന്നത് സ്കെയിൽ എന്ന് പറയുന്നത് മില്യൺ ഷീറ്റാണ്. 0 to 60 ഡിഗ്രി വരെ 1800 ഷീറ്റുകളാണ്. 60 to 88 ഡിഗ്രി വരെ 420 ഷീറ്റ്സ് ആണ്. പോളാർ റീജിയൻസ് 2 ഷീറ്റുകളിലാണ്. അങ്ങനെ ഒരു മില്യൺ ഷീറ്റുകളായിട്ട് 2222 ഷീറ്റുകളിൽ ഭൂമിയുടെ മുഴുവൻ്റെ ജോഗ്രഫിക്കൽ മാപ്സ് നിർമ്മിച്ചിട്ടുണ്ട്. ദ നമ്പറിംഗ് ഓഫ് ഇന്ത്യസ് ടോപ്പോ ഷീറ്റ്സ് ആർ ഇൻ ദിസ് സീരീസ്. ഈ സീരീസിലെ ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റ്സിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:10 ആണ്. 1:10 അതായത് മില്യൺ ഷീറ്റ് ആണ്. സോ ദീസ് ആർ നോൺ ആസ് മില്യൺ ഷീറ്റ്. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മില്യൺ ഷീറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളുടെയും മുഴുവൻ ഭാഗത്തിന്റെയും ജോഗ്രഫിക്കൽ മാപ്സ് 2222 ഷീറ്റുകളായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ സീരീസിൽ വരുന്ന ഇന്ത്യയുടെ ഷീറ്റുകൾ 1:10 ലാക്ക് എന്ന സ്കെയിലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവ എന്ത് വിളിക്കുന്നു? 10 ലാക്ക് എന്ന് പറയുന്നത് 1 മില്യൺ ആണ്. അതുകൊണ്ട് നമ്മൾ മില്യൺ ഷീറ്റ് എന്ന് വിളിക്കുന്നു. ദ മില്യൺ ഷീറ്റ്സ് കവറിംഗ് 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ആർ ഗിവൺ നമ്പേഴ്സ് ഫ്രം 1 to 105. അതായത് ഈ മില്യൺ ഷീറ്റിൽ ലാറ്റിറ്റ്യൂഡിൽ എക്സ്റ്റൻഷൻ വരുന്നത് 4 ഡിഗ്രി ആണ്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിൽ എക്സ്റ്റൻഷൻ വരുന്നത് 4 ഡിഗ്രി ആണ്. ആ ഒരു എക്സ്റ്റൻഷനിലാണ് ഈ ഒരു മാപ്പ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. 4 ഡിഗ്രി വെച്ച് ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ വരുന്ന മാപ്സ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോക്സസ് കിട്ടും. ഈ ബോക്സസ് നമ്മൾ 1 തൊട്ട് 105 വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1, 2, 3. അപ്പോൾ ഈ നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ ഏത് സ്ഥലമാണോ നമ്മൾ നോക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ നമ്പർ വെച്ചുകൊണ്ട്. ഇപ്പോൾ 3 വരുന്ന ചിലപ്പോൾ ബീഹാർ ആയിരിക്കും, 2 വരുന്ന ചിലപ്പോൾ പഞ്ചാബ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഈ നമ്പർ വെച്ചുകൊണ്ട്. അപ്പോൾ ഇവയെ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു ഇൻഡെക്സ് നമ്പേഴ്സ്. ഇനി ഈ മില്യൺ ഷീറ്റിനെ തന്നെ ഇന്ത്യയുടെയും സമീപ രാജ്യങ്ങളുടെയും ടോപ്പോ ഷീറ്റ് ഉണ്ടല്ലോ, ആ മില്യൺ ഷീറ്റിനെ നമ്മൾ 16 പാർട്ടായിട്ട് മുറിക്കുന്നതിനെയാണ് നമ്മൾ ഡിഗ്രി ഷീറ്റ് എന്ന് വിളിക്കുന്നത്. 16 പാർട്ടായിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് കിട്ടി. ഇതിൻ്റെ നമ്പർ 50 ആയിരുന്നു. ഇത് നമ്മൾ 16 പാർട്ടായിട്ട് മുറിച്ച് വീണ്ടും നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷീറ്റുകൾ കിട്ടും. അതിനെയാണ് നമ്മൾ ഡിഗ്രി ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അവയുടെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എപ്പോഴും 1 ഡിഗ്രി ആയിരിക്കും. 1 ഡിഗ്രി. അതിൻ്റെ സ്കെയിൽ 1:2.5 ലാക്ക് ആയിരിക്കും. അപ്പം 1 മില്യൻ്റെ സ്കെയില് 1:10 ലാക്കും, ഡിഗ്രി ഷീറ്റുകളുടെ സ്കെയില് മില്യൺ ഷീറ്റുകളുടെ സ്കെയിൽ 1:10 ലാക്കും, ഡിഗ്രി ഷീറ്റുകളുടെ സ്കെയിൽ 1:2.5 ലാക്കും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് 2.5 ലാക്ക് വരുന്ന ഡിഗ്രി ഷീറ്റുകളുടെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എപ്പോഴും എത്ര ആയിരിക്കും? 1 ഡിഗ്രി ആയിരിക്കും. 1 ഡിഗ്രി. ക്ലിയർ അല്ലേ? അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഇനി ഇവരെ വീണ്ടും ചെറുതാക്കാറുണ്ട്. ഈ ഡിഗ്രി ഷീറ്റിനെ വീണ്ടും ചെറുതാക്കി ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:50,000 ആയിരിക്കും. അതിൻ്റെ സ്കെയിൽ 50,000 ആയിരിക്കും. ദ നമ്പർ ഇൻഡിക്കേറ്റഡ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്പ്, അതായത് 10, 20, 30, 3, 4 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ടല്ലോ. ടോപ്പോഗ്രാഫിക് മാപ്സ് നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് എന്താണ്? റീജിയൻ ആണ്. ആ മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻ ആണ്. ഈ നമ്പർ എന്ന് പറയുന്ന ആ മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻ ആണ്. അപ്പോൾ കേരളത്തിൽ ഒരു നമ്പർ കാണും, തമിഴ്നാടിന് നമ്പർ കാണും. തമിഴ്നാട്ടിൽ പല നമ്പർ കാണും, കാരണം ബോക്സുകൾ ഇങ്ങനെ വരില്ല. അപ്പോൾ പല നമ്പേഴ്സ് കാണും. കേരളത്തിലും 1-2 നമ്പേഴ്സെങ്കിലും കാണും. അത് ആ പ്രദേശങ്ങളുടെ റീജിയൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അവസാനമായിട്ട് ടോപ്പോഗ്രാഫിക് മാപ്പിലെ ഗ്രിഡ് റെഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. It's difficult to show the precise location of minor geographical features in topo sheets, which are large scale maps. To solve this difficulty, north, south and east west lines in red color are incorporated in topo sheets. ടോപ്പോ ഷീറ്റിൽ കാണപ്പെടുന്ന നോർത്ത് സൗത്തിലും ഈസ്റ്റ് വെസ്റ്റിലുമായിട്ട് വരച്ചേക്കുന്ന റെഡ് കളർ ലൈൻസിനെയാണ് നമ്മൾ ഗ്രിഡ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നോർത്ത് സൗത്തിൽ വരയ്ക്കുന്ന റെഡ് കളറിലുള്ള ഈ ഒരു ലൈൻ നോർത്ത് സൗത്തിൽ വരയ്ക്കുന്നു. നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നു. 1, 2, 3, 4 എന്ന നമ്പർ കൊടുക്കുന്നു. ഇതിന്റെ വാല്യൂ ഈസ്റ്റിലേക്ക് വർദ്ധിക്കുമോ? 1, 2, 3, 4, 5 എന്ന ഈസ്റ്റിലേക്ക് വർദ്ധിക്കും. ഇത് നമ്മൾ ഈസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? ഈസ്റ്റിംഗ്. ഗ്രിഡ് റെഫറൻസിൽ നോർത്ത് സൗത്തിൽ വരയ്ക്കുന്നവരെയാണ് നമ്മൾ ഈസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഈസ്റ്റ് വെസ്റ്റിൽ വരയ്ക്കുന്നു. താഴെ നിന്ന് തുടങ്ങുന്നത് നമ്പർ കൊടുക്കുന്നു. 1, 2, 3 എന്ന പേരിൽ നമ്പർ കൊടുക്കുന്നു. ഇതിന്റെ വാല്യൂ കണ്ടോ? നോർത്തിലേക്ക് വർദ്ധിക്കണം. ഇവരെയാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? നോർത്തിങ്സ്. അപ്പോൾ ഗ്രിഡ് റെഫറൻസ് ഓർക്കുക. ഈസ്റ്റിങ്സും നോർത്തിങ്സും ഓർത്ത് വെക്കുക. ടോപ്പോ ഷീറ്റ്സ് മില്യൺ ഷീറ്റ് എന്താണ്? അതിന്റെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എന്താണ്? ഡിഗ്രി ഷീറ്റ് എന്താണ്? അതിന്റെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ
ഈ ഒരു സെഷനിൽ മാപ്സ് എന്ന സെഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന ഭാഗത്തു നിന്ന് നോക്കാനുള്ളത്. ഞാൻ ഓൾറെഡി വീണ്ടും ഒന്നുകൂടെ പറയുവാണ്. ഞാനിവിടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇന്ത്യയുടെ പഠിപ്പിച്ചിട്ടില്ല. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓൾറെഡി നമ്മൾ NCERT സീരീസിൽ എടുത്തിട്ടുണ്ട്. 2.5 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ, 2 മണിക്കൂർ 30 മിനിറ്റോ സംതിങ്, 20 മിനിറ്റാണെന്ന് അറിയത്തില്ല. ആ 2 മണിക്കൂർ മുകളിലുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ആ വീഡിയോയിൽ നിങ്ങൾ ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഏകദേശം 50-നടുത്ത് ചോദ്യങ്ങൾ ആ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. റിവേഴ്സും ഫിസിയോഗ്രഫിയും എല്ലാം അതിനകത്ത് കവർ ചെയ്യപ്പെടുന്നുണ്ട്. നാച്ചുറൽ വെജിറ്റേഷനും സോയിലും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾ പോവുക. പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി ജോഗ്രഫിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. സെക്കൻഡ് ഫേസിലുള്ളവർക്കെല്ലാം നേരത്തെ തന്നെ എല്ലാ ആശംസകളും നേരുന്നു. നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഒട്ടും ടെൻഷൻ ഇല്ലാതെ നമ്മൾ ഒരു സമചിത്തതയോടെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കി ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു കൺക്ലൂഷനിലൊക്കെ എത്തിയിട്ട് വേണം ആദ്യം ആൻസർ ചെയ്ത് തുടങ്ങാനായിട്ട്. അല്ലാതെ വെറുതെ ആ ചാടിക്കേറി വെപ്രാളപ്പെട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള മേഖലകൾ അറിയാമല്ലോ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇവിടെ ഈ ഒരു 3 മേഖലകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം പലപ്പോഴും ബുദ്ധിമുട്ടുള്ള, തെറ്റാൻ സാധ്യതയുള്ള GK ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം സമയം കിട്ടാതെ ഈ 3 സബ്ജക്ട്സ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ടെസ്റ്റിമണീസ് കേട്ടിട്ടുണ്ട്. സോ അവിടെ ബുദ്ധിമുട്ടരുത് നിങ്ങൾ. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. റാൻഡംലി ചെയ്താൽ മതി. നിങ്ങൾ കൃത്യം ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. 1, 2, 3 100 വരെ പോകണമെന്നില്ല. പലയിടത്തു നിന്ന് നിങ്ങൾക്ക് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത്, ഒരിക്കലും തെറ്റത്തില്ല എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, ഇംഗ്ലീഷിനകത്തും മലയാളത്തിനകത്തും മാത്സിനകത്തും GKക്കകത്തും, അതെല്ലാം ആദ്യം ചെയ്തങ്ങ് തീർക്കണം. ഒരു 75% ചാൻസ് ഉള്ളത് അടുത്ത് നോക്കണം. ഒരു 50% ചാൻസ് ഉള്ള അടുത്ത് നോക്കണം. ഒരു 25% ചാൻസ് ഉള്ളത് ക്വസ്റ്റ്യൻസ് അടുത്ത് നോക്കണം. ഒരു 10% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടേക്കണം. ഒരു 25% എങ്കിലും ചാൻസ് ഉള്ളത് ചെയ്തിട്ട് ഇറങ്ങിപ്പോകണം. മനസ്സിലായോ? പിന്നെ ആദ്യം തന്നെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കണം. ഈ ഒരു ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടാണോ? മൊത്തത്തിൽ ഒരു നോർമലി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? എങ്കിൽ ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതില്ല, ഒത്തിരി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടതില്ല ഇവിടെ. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ചെയ്താൽ അത് ശരിയാക്കിയാൽ തന്നെ എനിക്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. ഇനി നോക്കുക, ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പോൾ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു 50%, ഒരു 25% എങ്കിലും ശരിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങൾ വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എലിമിനേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ ആ ഒരു എക്സാം ഹാളിലെ നമ്മുടെ നിലപാടാണ്. അല്ലെങ്കിൽ എക്സാം ഹാളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ മാർക്കിനെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ കൃത്യമായി നമ്മുടെ മാർക്ക് എത്രയായിരിക്കുമെന്ന് നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ സമചിത്തതയോടെ ഒരു കോൺഫിഡൻസോടെ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് എക്സാം ഹാളിൽ വെച്ച് നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും, നമ്മുടെ മാർക്ക് എത്രയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത്. എല്ലാം നന്നായിട്ട് അറിയാവുന്നവർ ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ട് ഒരു മാർക്ക് പോലും അല്ലെങ്കിൽ വളരെ കുറച്ച് മാർക്ക് മാത്രം മേടിച്ചിറങ്ങുന്നവരുണ്ട്. എന്നാൽ വളരെ കുറച്ച് മാത്രം അറിയാവുന്നവർ കാര്യഗൗരവത്തോടെ എക്സാമിനെ സമീപിച്ച് ഇൻ്റലിജൻ്റലി അല്ലെങ്കിൽ വളരെ ടാക്ടിക്കലി എക്സാമിനെ സമീപിച്ച് നല്ല മാർക്ക് മേടിക്കുന്നവരുണ്ട്. എന്നാൽ ഒത്തിരി കാര്യമായിട്ട് അവർ പഠിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. സോ ഇവിടെ നമ്മുടെ ഒരു കൃത്യമായ ഒരു വിശകലനം, ഒരു അനാലിസിസ്, ഒരു സമീപനം ആവശ്യമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. താങ്ക് യു.